ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ആത്മാവായ ദൈവമേ, ഞങ്ങളെ ആരാധിക്കുന്നു, ഞങ്ങളെ സ്തുതിക്കുന്നു, ഞങ്ങളെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ആദ്യമായിട്ട് കഴിഞ്ഞ ആഴ്ച പറഞ്ഞില്ല, മറന്നുപോയായിരുന്നു. കഴിഞ്ഞതിന്റെ മുമ്പലത്തെ ആഴ്ച നമ്മള് പെട്ടെന്നൊരു പിരിവെടുത്തായിരുന്നു. പെട്രോള് തീർന്നു പോയായിരുന്നു. അതിന്റെ പെട്ടെന്നൊരു പിരിവെടുത്തായിരുന്നു. അന്ന് 2600 രൂപ കിട്ടിയായിരുന്നു. വന്നിരുന്നത് പെട്രോള് മേടിച്ച് എല്ലാവർക്കും കർത്താവിന്റെ നാമത്തിൽ നന്ദി പറഞ്ഞ് അത് കഴിഞ്ഞ് നമ്മളിപ്പോ ഇവിടെ അന്നയാന്റി പ്രാർത്ഥനയിൽ പറഞ്ഞായിരുന്നു, നമ്മള് ഒരു അനാഥ മന്ദിരം അതെന്തെങ്കിലും നീ വീട് വാടകയ്ക്ക് എടുക്കുക, അല്ലെങ്കിൽ സ്വന്തമായിട്ട് കർത്താവ് തരുകയോ ചെയ്യണം. അപ്പൊ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന 21 പേര് സമിതി എന്ന് പറയുന്ന സ്ഥലത്താണ് അവര് ആക്കിയിരിക്കുന്നത്. അവര് ഏത് നിമിഷം അവിടുന്ന് എടുത്തോളാമെന്നുള്ള കരാറിലാണ്, തിരിച്ചു കൊണ്ടുവരാമെന്നുള്ള കരാറിലാണ് അവരെ അവിടെ ആക്കിയിട്ടുള്ളത്. അവർക്കുള്ള ചെലവ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവരെ എവിടെയെങ്കിലും ആക്കാനായിട്ടുള്ള ഒരിടം കിട്ടാനായിട്ട് നിങ്ങൾ നിരന്തരം പ്രാർത്ഥിക്കണം. അതുപോലെ തന്നെ അമ്മയുടെ സൈന്യനിരയിലെ അംഗത്വം എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴേ ഒരുപാട് അത്ഭുതകരമായ മാറ്റങ്ങൾ അതിലുണ്ടാകുന്നു. വലിയ സംരക്ഷണവും ഒക്കെയാണ് അതിലൂടെ ലഭിക്കുന്നത്. എന്നാൽ ഈ കാർഡ് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് പ്രാർത്ഥിക്കാതെ വെച്ചിരുന്നാൽ കണിശമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങൾക്ക് അത് കാരണമാകും. ജവമാല പ്രാർത്ഥിക്കാതെ ഈ കാർഡ് വീട്ടിൽ വെച്ചിരുന്ന് കഴിഞ്ഞാൽ ഒരുപാട് അനർത്ഥങ്ങളും അസ്വസ്ഥതകളും ഒക്കെ അനുഭവപ്പെടേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ടാണ് ഈ തരുന്നവരുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് അത് തരുന്നത്. നമ്മള് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു കരാറ് പറഞ്ഞാണ് അത് കാർഡ് മേടിക്കുന്നത്. അപ്പോഴ് എല്ലാ ജനങ്ങളും ഇപ്പം മറ്റ് രാജ്യങ്ങളിലുള്ളവരും എല്ലാവരും ഒന്നുപോലെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളും അതിനോട് പങ്കുചേരുകയാണ്. അപ്പൊ ആ പങ്കുചേരുന്നതിലൂടെ ഒരുപാട് മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങള് ഒരിക്കലും ഈ ഭൗതികമായ മാറ്റങ്ങളല്ല ആഗ്രഹിക്കേണ്ടത്. നമ്മുടെ ആത്മാവിനുണ്ടാകേണ്ട മാറ്റമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഭൗതികമായിട്ടുള്ള മാറ്റങ്ങളെല്ലാം ആത്മാവ് പൂർണ്ണമാകുമ്പോൾ ബാക്കിയുള്ളതെല്ലാം മത്തായി 6:33 ദൈവം കൂട്ടിച്ചേർത്ത് തരും. നിങ്ങളവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കിയുള്ളതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എന്താണ് ദൈവത്തിന്റെ രാജ്യവും ദൈവത്തിന്റെ നീതി? എന്തോ ദൈവത്തിന്റെ രാജ്യം? അത് നമ്മളെപ്പോഴാണോ പരിശുദ്ധാത്മാവിലുള്ള ജീവിതം നയിക്കാൻ തുടങ്ങുന്ന ആ നിമിഷം നമുക്ക് തിരിച്ചറിയേണ്ട സാധിക്കും. ദൈവത്തിന്റെ രാജ്യം എന്താണെന്നോ ദൈവത്തിന്റെ നീതി എന്താണെന്നൊക്കെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇവിടേക്ക് വരുന്നത് ഭവനം അതേപോലെ ഒരു വലിയ ഉരുളിയും ഒരു ചെമ്പും അവിടെ ഭവനത്തുണ്ടായിരുന്നു. എന്നാല് അതിലപ്പുറം മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഏതാണ്ട് 3-ാം തലമുറ മുതല് ഒരുപാട് രോഗങ്ങളും
തകർച്ചകളും കടബാധ്യതകളും പ്രശ്നങ്ങളൊക്കെയായി മാറാൻ തുടങ്ങി. അവർ ഒരുപാട് സ്ഥലത്തെല്ലാം പോയി ഇതിനെന്തേലും പരിഹാരത്തിന് കിട്ടും, എന്താണ് ഇതിന്റെ കാര്യം എന്നറിയാനായിട്ട്. മറ്റുള്ളവരുടെ വസ്തു നമ്മുടെ കയ്യിൽ വെച്ചോണ്ട് കുഴപ്പമെന്തോന്ന് അന്വേഷിക്കാൻ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എവിടെങ്കിലും പിടികിട്ടുക, അത് ഒരു കാരണവശാലും പിടികിട്ടത്തില്ല. ഒരു ദിവസം ഞങ്ങൾ തമ്മിലിങ്ങനെ സംസാരിക്കാനായിട്ട് തയ്യാറായപ്പോഴ് കർത്താവിങ്ങനെ വെളിപ്പെടുത്തി, നിങ്ങൾക്ക് അർഹതയില്ലാത്ത എന്തൊക്കെയോ സംഗതികൾ നിങ്ങളുടെ ഭവനത്തിലുണ്ട്, അത് നിങ്ങളല്ല മറ്റാരുടേതാണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞ അങ്ങനൊന്നും ഇല്ല ബ്രദറെ, ഞങ്ങളുടെ വീട്ടില് ഞങ്ങളുടേതായിട്ടുള്ള സാധനങ്ങളെ ഉള്ള അപ്പൂപ്പന്റെ സാധനങ്ങളൊക്കെയാണ് ഞങ്ങളുടെ ഭവനത്തിരിക്കുന്ന അപ്പൂപ്പൻ മേടിച്ചിരിക്കുന്നതാണ്. എന്തായാലും വീട്ടിൽ ഒരു നോക്കുക, അങ്ങനെ പഴയ പാത്രങ്ങളൊക്കെ ഇട്ട് വെച്ചിരുന്ന ആ മുറിയിൽ കയറി അത് നോക്കിയപ്പോഴേ ഒരു വലിയ ഉരുളി, ഒരു ചെമ്പ്, ഇതൊക്കെ ഉണ്ട്. അതിന് രാഘവനെന്നും ശിവൻകുട്ടി എന്നൊക്കെയുള്ള പേരാണ് എഴുതിയിരിക്കുന്നത്. ഫിലിപ്പിന്റെ തോമാച്ചന്റെയൊക്കെ വീട്ടിലെങ്ങനെ രാഘവനും ശിവൻകുട്ടിയൊക്കെ വരുന്നു, അതെ പേരെഴുതി വെച്ചിട്ടുണ്ട് ആ സാധനത്തെ. അപ്പൂപ്പൻ മരിച്ചു പോയതുകൊണ്ട് നാളതാണെന്ന് അറിയില്ല. അപ്പനെ മരിച്ചുപോയി. അതിന്റെ താഴെ നോക്കിയ വീട്ടുപേരോ സ്ഥലപ്പേരോ കാണും. എന്തായാലും അവരിൽ നിന്ന് പിന്നെ ശരിക്കും അതിനടുത്ത് ദേശി വെളുപ്പിച്ചു നോക്കിയപ്പോഴ് ആ സ്ഥലവും വീട്ടുപേരും മനസ്സിലായ. എങ്ങനെ അദ്ദേഹം ഈ ചെമ്പും കൊണ്ട് ആദ്യം പോയി. ആദ്യം ചെന്നത് ഹരിപ്പാടിന് വടക്കുവശത്തുള്ള ഒരു സ്ഥലത്ത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇത് കൊടുത്ത ആൾക്കാരൊന്നും ഇല്ല, അവരൊക്കെ മരിച്ചുപോയി. അപ്പൊ അവരോട് ചോദിച്ചു, ഈ വീട്ടുപേര് നിങ്ങളാണോ? പറഞ്ഞാന്ന്. അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഇവിടെ എടുത്ത് വെച്ചേക്ക്. അങ്ങനെ ആ സാധനം അവിടെ കൊടുത്ത അത് കൊടുത്തതിലൂടെ എന്തായാലും സംഭവിച്ച അവിടെ ദൈവത്തിന്റെ നീതി നടപ്പായി. ദൈവത്തിന്റെ നീതി അവിടെ പ്രവർത്തിക്കുകയായിരുന്നു. നമ്മൾ ദൈവത്തിന്റെ രാജ്യത്താണ് നിൽക്കുന്നെങ്കിൽ, അനീതി പ്രവർത്തിക്കുന്നെങ്കിൽ എങ്ങനെയാണ് ദൈവത്തിന്റെ രാജ്യവും നീതി നമ്മളിലുണ്ടാകുക? അപ്പോഴാ ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തു കഴിഞ്ഞപ്പോൾ അവിടെ നീതി നടത്തിക്കിട്ടി. രണ്ടാമത് ആ ഉരുളിയും അതേപോലെ തന്നെ അഡ്രസ് കണ്ടുപിടിച്ച് കുട്ടിയെന്ന് കൊടുത്തതിന് ശേഷം അവരുടെ വീട്ടിലുണ്ടായിരുന്ന രോഗപീഡനങ്ങൾ മാറി, കുടുംബ തകർച്ചകൾ മാറി, പ്രശ്നങ്ങൾ മാറി. കാരണം നമ്മുടെ അധികാരത്തിലല്ലാതെ, നമ്മുടെ അധീനതയിലല്ലാത്ത ഏതെങ്കിലും ഒരു വസ്തുവകകൾ നമ്മുടെ കയ്യിലിരുന്നാൽ അതെപ്പോഴും നമ്മളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. അതോട് പയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും വഴി വെച്ച് കിട്ടി കഴിയുമ്പോഴെങ്കിൽ അതെടുത്ത് കഴിയുമ്പോഴത്തേക്ക് ഭയങ്കര വിഷമവും പ്രയാസം എന്താ തോന്നാൻ കാരണം നമ്മളല്ലാത്തതുകൊണ്ട് മാത്രമല്ല, അതിന്റെ ഉടമയുടെ മനസ്സതിലുണ്ട്. ആ വസ്തുവിന്റെ ഉടമയുടെ മനസ്സ് ആ സാധനത്തിലുണ്ട്. അതെപ്പോഴും ഇങ്ങനെ അരട്ടിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, അന്യന്റെ വസ്തുക്കള് മോഹിക്കരുത്, അന്യന്റെ വസ്തുക്കള് എടുക്കരുത്. നമുക്കാണെങ്കിൽ ആ പണം മോഹിക്കാനും
എടുക്കാനും അത് മാത്രമേ ഉള്ളൂ. അല്ലേ? അന്യവന്റെ എന്ത് കണ്ടാലും അടിച്ചു മാറ്റി. അതെല്ലാം നമ്മുടെ സ്വന്തം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഇന്നിപ്പോ ഇവിടെ നമ്മള് ബൈബിള് വായിച്ച് അതില് എസെക്കിയേൽ പ്രവാചന പുസ്തകം എത്രാം അധ്യായമായിരുന്നു? 14-ാം അധ്യായം. വിഗ്രഹങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ഏതാ വിഗ്രഹം? കാരണം നിങ്ങള് ഹൃദയത്തിൽ വിഗ്രഹങ്ങള് വെച്ചുകൊണ്ട് പ്രവാചകനോട് നിങ്ങള് അതിനെക്കുറിച്ച് ചോദിക്കാൻ ചെന്നു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ശിക്ഷ ഉറപ്പായിട്ടും കിട്ടുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ വിചാരിക്കുന്നത് ഈ അമ്പലത്തിലൊക്കെ ഇരിക്കുന്ന വിഗ്രഹമാണെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അല്ലേ? ശിവൻ, പാർവതി, ഭദ്രകാളി, ഗണപതി, ഇവരൊക്കെ ആ വിഗ്രഹം എന്നാണ് നമ്മള്. അതും വിഗ്രഹമാണ്. എന്നാൽ വിഗ്രഹങ്ങളിൽ ഏറ്റവും പ്രാധാന്യം അറിയിക്കുന്നത് സമ്പത്താണ്. സമ്പത്ത് എന്ന വിഗ്രഹം. സ്വർണം, വസ്തു, തുണി, ഇതെല്ലാം വിഗ്രഹമായിട്ട് നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കുന്നത്. ഇങ്ങനെയുള്ള വിഗ്രഹങ്ങളെ നമ്മള് മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിക്കാൻ തയ്യാറായാൽ നിങ്ങള് രോഗങ്ങളിൽ നിന്ന് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കുന്ന വിഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാൻ തയ്യാറാകും. ഉദാഹരണത്തിന് ഇപ്പം നിങ്ങള് കിടക്കുന്ന ആരും കണ്ട് അതിലൂടെ നമുക്ക് ആഗ്രഹം തോന്നാതെ പിതാവിന് നിശ്ചിഷ്ടമുണ്ടാണ്. അതേപോലെ എന്നിട്ട് നിറം നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാല് നമ്മളറിയാതെ ഏതെങ്കിലും ഒരു സമയത്ത് അതേ മാറ്റമുള്ള സാധനം നമുക്ക് എവിടുന്നെങ്കിലും അത് ലഭിക്കും. അതാ ദൈവത്തിന്റെ കരുണ, അതാ ദൈവം പ്രവർത്തിക്കുന്നു. അങ്ങനെ നമ്മള് ദൈവത്തിന് നന്ദി പറയും. ദൈവമേ, പണ്ട് ഇപ്പോഴോ ഞാൻ എന്റെ മനസ്സിലിങ്ങനെ ആഗ്രഹിച്ചിരുന്നു, ഇത് കിട്ടിയല്ലോ, തന്നല്ലോ. അദ്ദേഹം നിനക്ക് തോന്നിയാൽ അത് നാശത്തിലേക്കാ പോവുക. അമ്മച്ചി അങ്ങ് ഇറക്കിയിരിക്കും താഴെ. ഉരുണ്ടത് അമ്മച്ചി ഇറങ്ങി താഴെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ ഇങ്ങനെ ദൈവത്തെക്കാൾ ഉപരി നമ്മളെ എന്തിനെ സ്നേഹിക്കുന്നോ അതുകൊണ്ട് നമുക്ക് തിരിച്ചടി ഉണ്ടാകും. നിങ്ങൾ ദൈവത്തെക്കാൾ ഉപരി മക്കളെ സ്നേഹിച്ചാൽ ആ മക്കളെ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. വസ്തുതകളെ സ്നേഹിച്ചാൽ അതിനെ കൊണ്ട് നിങ്ങൾക്ക് തിരിച്ചടി ഉണ്ടാകും. മത്തായി 6:27. ഉത്കണ്ഠ മൂലം ആയുസിന്റെ ദൈർഘ്യം നിങ്ങൾ ആർക്കും ഒരു മുഴം പോലും കൂട്ടാനോ കുറയ്ക്കാനോ സാധിക്കത്തില്ല. ഒരു ഡോക്ടർക്ക് രോഗിയെ ചികിത്സിക്കുന്നതിന് പരിധിയുണ്ട്, ഇല്ലേ? അതുകൊണ്ടാണ് ഡോക്ടർ അവസാനം കൈമലത്തുന്നത്. നമ്മളെ കൊണ്ട് പറ്റത്തില്ല, നിങ്ങൾ എവിടെങ്കിലും വേറെ പൊയ്ക്കൊള്ളാൻ പറയുന്നത്. അപ്പോഴേ പ്രഭാഷകന്റെ പുസ്തകം 38-ാം അധ്യായത്തിന്റെ 9 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, മകനെ രോഗം വരുമ്പോൾ ഉദാസീനനാകാതെ കർത്താവിനോട് പ്രാർത്ഥിക്കുക, അവിടുന്ന് നിനക്ക് സൗഖ്യം തരും. കർത്താവ് പറയുന്നത് നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിന്റെ വിശ്വാസത്തിലാണോ നമുക്ക് സൗഖ്യം കിട്ടുന്നത്? ആണോ? ദൈവത്തിന്റെ വിശ്വാസത്തിലല്ല, നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസത്തിലാണ് നിങ്ങൾക്ക്. അതുകൊണ്ടാണ് ഇവിടെ വളരെ തന്നെ ചെയ്യുന്നത്. കർത്താവിനോട് പ്രാർത്ഥിച്ച് കർത്താവ് എനിക്ക് സൗഖ്യം തന്നു. മരിയസദനിൽ വന്നു കഴിഞ്ഞാല് നിങ്ങൾക്ക് ആ പ്രശ്ന പരിഹാരമാകും, വിടുതലും കിട്ടും. ഇത് ആരുടെ വിശ്വാസമാണ്? ആ നിങ്ങളുടെ ഓരോരുത്തരുടെയും വിശ്വാസമാണ്. എന്നാൽ അത് കിട്ടുമോ കിട്ടത്തില്ലയോ എന്ന് ചിന്തിച്ചാൽ അത് ലഭിക്കത്തില്ല.
ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പ്രാർത്ഥിച്ചാലും മാറാതെ കിടക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ദൈവം നമ്മളോട് സംസാരിക്കുന്നതായിരിക്കാം. ആരോടെങ്കിലും ഒരു വാക്ക് കാണാൻ സാധിക്കുന്നത് ഓറിയര് പറഞ്ഞ പോലുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ടായി നമ്മൾ പറയുമ്പോൾ ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? താൽക്കാലിക ആശ്വാസത്തിന് വേണ്ടി, താൽക്കാലിക സമാധാനത്തിന് വേണ്ടി നമ്മള് ഏതെങ്കിലും കാര്യം പറയും. പക്ഷെ ഇത് വൻ തകർച്ചയാണ് നിങ്ങളുടെ ജീവിതമെന്നുള്ളത്. അതുകൊണ്ട് ഒരേ അമ്മയ്ക്ക് 2 വയസ്സ് പ്രായമുള്ള ഒരു കൊച്ച്, ആ 2 വയസ്സുള്ളവരെ കൊണ്ടുപോയായിരുന്നു. ഹിന്ദുവാണ് ആ കൊച്ച്. ഞങ്ങളവിടെ ചെല്ലുന്നത് അതിന് 21 വയസ്സ് പ്രായമുള്ളപ്പോഴാണ്. നല്ല സൂര്യനൊരു വ്യക്തിക്കാണ് ആ കുഞ്ഞിനെ കണ്ടത്. അവിടെ ചെന്ന് അവരോട് ദൈവവചനമെല്ലാം എഴുതാൻ കർത്താവ് പറഞ്ഞ് ഇന്ന് പോയിട്ട് വരാൻ തന്നെ പിറ്റേന്ന് ഞാൻ എന്റെ കൂടെയുള്ള പ്രദേശിച്ച് യേശുവിന്റെ നാമില് മകളെ വിജയിക്കാന്ന് പറയാൻ കേട്ട് കഴിഞ്ഞാല് യേശുവിനാണ് വിലക്കാർ. എണ്ണിക്കാൻ പറയരുതെന്ന് കർത്താവ് വിലക്കി. ഉടൻ തന്നെ കർത്താവിനോട് ചോദിച്ചു, എന്താണ് ഈ തടസ്സം? അപ്പോഴേ കർത്താവ് എന്നോട് പറയുന്നത്, ഈ കുഞ്ഞ് ജനിച്ച് നടന്നു കഴിഞ്ഞാല് ഇവിടെ കൊണ്ടുവന്ന് ശബരിമലയില് കുടിയിരുത്തിയേക്കാവുന്ന ഇങ്ങനുണ്ട്. അമ്മ ചോദിച്ചത്, എനിക്കറിയത്തൊന്നുമില്ല, അതൊന്നുമില്ല. എന്നാലും അമ്മ ഒന്നോടൊന്ന് ചിന്തിച്ച് നോക്കാൻ പറഞ്ഞ്, ശരിയാ, ശബരിമല കൊണ്ടുവന്ന് കുടിയിരുത്തിയേക്കാവുന്ന പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എണ്ണിപ്പിക്കുന്നവരാ, ആ എണ്ണിപ്പിക്കുന്ന യേശു സാധുവാകാൻ വരുന്നത് അയ്യപ്പൻ. അന്ന് ഈ 22 വയസ്സ്, ഈ 10-21 വയസ്സ് പ്രായമായിട്ട് ഇത്രയും കാലം എണ്ണിപ്പിച്ച പോരായിരുന്നു. അത്രയും നാളായിട്ടും ഉണ്ടാക്കുക. അമ്മയ്ക്കൊരു ചോദിച്ച്, അമ്മയ്ക്ക് ഈ നേർച്ച പിൻവലിക്കുന്നുണ്ടോന്ന് ചോദിച്ചു. പിൻവലിക്കുന്നുണ്ടോന്ന് ചോദിച്ചപ്പോഴ് കുറച്ചു നേരം നോക്കിയിട്ട് പറഞ്ഞു, പിൻവലിക്കുന്ന പ്രശ്നം ഇരിക്കുന്നില്ല, ഇവന്നെന്നിട്ടാണ് അവരെ കൊണ്ടുവന്നിരിക്കുന്നത്. എന്നാൽ ശരിയായിട്ട് ഞങ്ങൾ അവിടുന്ന് തിരിച്ചു പോയിരുന്നു. പിറ്റേ ആഴ്ച അറിയുന്ന ആ കൊച്ച് മരിച്ചുപോയി. അതുകൊണ്ടാ ഈ ശബരിമല പ്രോഗ്രാമൊക്കെ തുടങ്ങുമ്പോഴ് സ്വാമി അയ്യപ്പനെന്ന് പറഞ്ഞിട്ടുള്ള സീരിയലൊക്കെ അന്നേരം പ്രത്യക്ഷപ്പെടും. ചെയ്യാൻ കഴിവുള്ള നന്മകള് അത് ലഭിക്കാൻ അർഹതയുള്ളവർക്ക് നിഷേധിക്കരുത് എന്ന് പറയുന്നുണ്ട്. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇവൻ ഏതെങ്കിലും രീതിയിലോ ഹിന്ദുവിലോ മുസ്ലിമിലോ ക്രിസ്ത്യാനിലോ ഏതൊരുവരും സുഖപ്പെടുവോ മാറ്റം ചെയ്യുകയോ ചെയ്താൽ ആരുടെ നാമത്തിലാണ് സംഭവിക്കുന്നത്? യേശുവിന്റെ നാമത്തില്. രക്ഷാകര നാമത്തിൽ മാത്രമേ രക്ഷയുള്ളൂ, വിടുതലുള്ള മാറ്റമുള്ളൂ. ബാക്കിയുള്ളതൊക്കെ പേര് മാത്രമേ വരുന്നുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. കാരണം യേശുവിനോട് നിങ്ങളൊരു കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സാധിച്ചു കിട്ടുക തന്നെ ചെയ്യും. നിങ്ങളിവിടെ നേരത്തെ സാക്ഷികൾ കേട്ടില്ലേ? ചുറ്റുവിളക്കും നിലവിളക്കും പകരവിളക്കും കത്തിച്ച് എന്നിട്ടൊന്നും ഭർത്താവിന്റെ കുടി മാറിയില്ല. ഒരുപാട് ഉപവാസങ്ങളും എല്ലാം നടത്തി, എന്നിട്ടും ഭർത്താവിന്റെ കുടി മാറിയില്ല. യേശുവിനോട് പ്രാർത്ഥിച്ചപ്പോഴ് കുടി മാറി. കാരണം എന്താ? ഈ മദ്യത്തിനേക്കാൾ വലിയ ലഹരിയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി. അതാണ് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് മാറുന്നത്. യേശുവിന്റെ നാമം സ്വീകരിക്കുമ്പോൾ തന്നെ മദ്യപാനികൾക്ക് മോചനം ഉണ്ടാകണം. കാരണം ഒരു മദ്യപാനിയും കുടിക്കുന്നത്
വീട് നശിപ്പിക്കാനോ തകർക്കാനോ ഇല്ലാതാക്കാനോ വേണ്ടിയിട്ടല്ല, അറിയാതെ സംഭവിച്ചു പോകുന്നതാണ്. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഞാൻ ലിമിറ്റ് വെച്ചേ കുടിക്കത്തുള്ളൂ, ലിമിറ്റിലേ ഞാൻ കുടിക്കത്തുള്ളൂ, ഒരു പേക്ക് അരപ്പേക്ക് പിന്നെ ഇച്ചിരിയൊക്കെ കുടിക്കത്തുള്ളൂ. പക്ഷേ ഈ കുടി കുറച്ച് ശക്തി പ്രാപിച്ച് കഴിയുമ്പോഴത്തേക്ക് പിന്നെ ലിമിറ്റ് വേണ്ടി പോകും. കാരണം പിന്നെ കൈക്ക് വിറയായി, ശരീരം മൊത്തം വിറയിലായി, നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടെങ്കിൽ മാത്രമേ അത് നിയന്ത്രിക്കാൻ പറ്റത്തുള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ടാണ് മദ്യപിക്കുന്ന ആൾക്കാർ പറയുന്നത് എന്താണ് ചെയ്യുന്നതെന്താണെന്ന് അവർക്ക് അറിയില്ല. അതുകൊണ്ടാണ് ഒരുത്തൻ കുടിച്ച് ലക്കില്ലാതെ വന്നിട്ട് 72-ാം മൈൽക്കുറ്റിയെ വന്ന് കാലുമടക്കി അടിച്ചിട്ട് പറഞ്ഞ് ലക്ഷ്മിക്കുട്ടി കഥവ് തുറക്കുക, കഥവ് ചവിട്ടി തുറക്കുകയായിരുന്നു ഈ മയിൽക്കുറ്റിയെ. 72-ാമത്തെ മയിൽക്കുറ്റിയാണ്. അതേടാ കാലുമടക്കി അടിച്ചത്, കഥവാണെന്ന് പറഞ്ഞാൽ അടിച്ചത്. അവസാനം കാലൊടിഞ്ഞ് അവിടെ തന്നെ കിടക്കുക, സ്വബോധം നഷ്ടപ്പെട്ടു പോവുക. അറിഞ്ഞിട്ടോ ആവശ്യമുണ്ടായിട്ടോ ചെയ്യുന്ന അന്യത്. അതിന്റെ കൂടെ പിശാച് ബാധിച്ച പെണ്ണുങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ കൂടുതൽ ശക്തി പ്രാപിക്കും. ഹല്ലേലൂയ. കാരണം അതിങ്ങനെ പ്രാക്കും ശാപവും എല്ലാമായിട്ട് ഇങ്ങനെ വരുന്നുണ്ട്, തോണ്ട വരുന്ന എല്ലാം നശിപ്പിച്ച് എല്ലാം കളഞ്ഞു എല്ലാം മുടിച്ച് എന്ന് പറഞ്ഞുകൊണ്ട് മനസ്സിനിങ്ങനെ പ്രാക്കും തെറിപറച്ചിലൊക്കെ. ഇവിടെ മുമ്പ് ഒരു അപേക്ഷക്കത്ത് ഉണ്ടായിരുന്നില്ലേ, മറ്റുള്ളവര് പ്രാകുന്നെന്നും പറഞ്ഞുണ്ട്. അങ്ങനെ മറ്റുള്ളവര് പ്രാഗിയാൽ അത് കേൾക്കുമോ? അത് അമ്മ പ്രാഗിയാലും അപ്പൻ പ്രാഗിയാലും ആര് പ്രാഗിയാലും അത് ഏശത്തില്ല. ബൈബിളിൽ പറയുന്നുണ്ട്. ഏത് ഭാഗത്താ പറയുന്നത്? എവിടാ പറയുന്നത്? റോമാലേഖനം 2-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. മനുഷ്യ നീ ആര് തന്നെയായിരുന്നാലും അവരെ വിധിക്കുന്ന നിനക്ക് ന്യായീകരണമില്ല, അവരെ വിധിക്കുന്ന നീയും അതേ തെറ്റ് തന്നെ ചെയ്യും. അപ്പൊ ഒരാള് പ്രാഗോ ചവിക്ക് ചെയ്താൽ അത് ആരുടെ തോളയിട്ട് വരും? അവരുടെ തന്നെ തോളയിട്ട് വരും. പ്രൈസലോ. പക്ഷെ നിങ്ങൾക്ക് ക്ഷമയില്ലാത്തതുകൊണ്ടാണ് ഈ പ്രശ്നം. ഞങ്ങള് കറ്റാണത്ത് താമസമായതിനു ശേഷം അവിടെയുള്ള ഒരു കൊടും മദ്യപാൻ ഒരു ദിവസം കുടിച്ച് ലക്കില്ലാതെ അങ്ങ് ഉണർന്നത്, അങ്ങ് ഉറഞ്ഞു തുള്ളാത്തവൻ. വൈകിട്ട് ഒരു 7 മണിയൊക്കെ അവിടെ എല്ലാം ഓടി നടന്നങ്ങ് ചീത്ത എന്നെ തെറി പറയുക, ആൾക്കാരെ എല്ലാം കളിപ്പിക്കുക, നശിപ്പിക്കുക, മതം മാറ്റുക എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ചീത്ത വിളി. ആരോ അദ്ദേഹത്തിന് വിളിച്ച് വെള്ളം മേടിച്ച് കൊടുത്തിട്ട് തെറി പറയിക്കുകയായിരുന്നു. പുള്ളിക്കാരൻ ഓടി നടന്നങ്ങ് തെറി പറയുക. ആ നാട്ടിലുള്ള ആൾക്കാർ മൊത്തം അവിടെ കൂടി. എന്നിട്ട് നാട്ടുകാരെല്ലാം ചോദിക്കുന്നു, അദ്ദേഹം അവിടെ ഇല്ലയോ? ഞാനവിടെ വീട്ടിലുണ്ട്, കർത്താവിന്റെ നാമത്തിൽ നന്ദി. അത് ആരും ചീത്ത വിളിക്കുന്ന കേൾക്കാൻ എനിക്ക് വലിയ സന്തോഷം. കാരണം നമ്മുടെ കയ്യിൽ നിന്ന് പോയതായത്. പിന്നെ തെരുവിളി എനിക്ക് ഒരു വിഷമമേ അല്ല. അപ്പൊ ഏതെല്ലാം രീതിയിൽ അദ്ദേഹം തെറി പറയാതെല്ലാം പറഞ്ഞ് അവിടെ എല്ലാം ഓടി നടന്ന്. അപ്പൊ മോൻ ഓടി വന്നിട്ട് പറഞ്ഞ്, പപ്പ ഈ നാട്ടിലുള്ള സകല ജനങ്ങളും കൂടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞു നിർത്തിയില്ലെങ്കിൽ ശരിയായതിന് നാണക്കേട്. ഞാൻ എന്തിനാ നാണക്കേട്? ഇതിന് ഉത്തരം പറയേണ്ടതാരാ? കർത്താവ് ഉത്തരം പറയേണ്ടത്. ഞാൻ കർത്താവിന്റെ നാമത്തിൽ നന്ദി, ഒരു തെറിയൂടെ പറ, 2 തെറിയൂടെ പറ എന്നുള്ള രീതിയിൽ മനസ്സുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിതാവേ നന്ദി എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ഏതാണ്ട് 1 മാസം കഴിഞ്ഞപ്പോ പ്രശ്നം തുടങ്ങുകയായിരുന്നു അവരുടെ വീട്ടിൽ. 50,000 രൂപ വിലയുള്ള ഒരു പശു നിന്ന നിപ്പില്, വയറ്റിലൊരു കുഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. എന്റെ നിന്ന നിപ്പിൽ അതങ്ങ് ഉരുണ്ട് വേണ്ടി ചത്തുപോയി. ആ വീട്ടിൽ ഒരേത്തരം രോഗികളായി. ഈ ചീത്ത വിളിച്ച വ്യക്തി തെറി പറഞ്ഞതിന്റെ പിറ്റേ ആഴ്ച തന്നെ മദ്യപാനം നിർത്തി. അദ്ദേഹത്തിന് സകല കുടലും കണ്ടിച്ച് ദൂരെ കളഞ്ഞു. ഇപ്പൊ കുടലൊന്നും ഇല്ല വയറ്റില്ല. മദ്യമെന്ന് കേൾക്കുന്ന പോലും പേടിയാതെ. തെറി പറച്ചിലുമില്ല, യാതൊരുവിധ പ്രശ്നവുമില്ല, സുഖം, സ്വസ്ഥം, പരിശുദ്ധം, ഒരു പ്രശ്നവുമില്ല.
നേരെ മറിച്ച് ആ തെറി പറയുന്ന സമയത്ത് ഞാൻ ചെന്നേച്ച് ആളുടെ പിടിയിടാന്ന് പറഞ്ഞിട്ട് ചെന്നിരുന്നെങ്കിലും അപ്പോഴ് നീ ക്ഷമിക്കാനായിട്ട് തയ്യാറായാൽ കണിശമായിട്ടും ഞാൻ ഉത്തരം പറയുമെന്ന് കർത്താവ് പറയുന്നു. പ്രതികാരം ആരൊക്കെയുള്ളതാണ്? ദൈവത്തിൻ്റെതാണ്. അപ്പൊ ദൈവസന്നിധി നമ്മള് അറിവില്ലാത്ത കൊണ്ടാണല്ലോ എന്ന് പറയും. ക്ഷമിക്കാൻ തയ്യാറായാൽ പിന്നെ ഉത്തരം പറയുന്നത് ദൈവമാണ്. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത് നാഹോൾ പ്രവാചക പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്, ശിക്ഷിക്കുകയും ചെയ്യുന്ന ദൈവമാണ്. ദൈവം ശിക്ഷ തുടങ്ങിയാല് ഒരു നൃത്തം ഉണ്ടാകത്തില്ല. നമ്മളെ ക്ഷമിക്കാൻ തയ്യാറായാൽ ദൈവം അവിടെ ഇടപെടും. നമ്മളെങ്ങനെ അത് നോക്കുന്നേ? ഇന്ന് നോക്കും, നാളെ നോക്കും, മറ്റന്നാൾ നോക്കും. ദൈവം ഇടപെട്ടില്ലെങ്കിൽ ആ ബ്രദർ പറഞ്ഞേക്ക് വെറുതെ നമുക്ക് അല്ലെങ്കിൽ പെരുമാറാം. അതുകൊണ്ടാണ് നിങ്ങളിപ്പം ഇവിടുന്ന് തിരിച്ച് വീട്ടിലോട്ട് ചെല്ലുമ്പോ അവിടെ ഒന്നീ ഭർത്താവായിരിക്കും, നാട്ടുകാരായിരിക്കും, അയലത്തുകാരായിരിക്കും. നിങ്ങളവിടെ ചെല്ലുമ്പോ പറയാ ആ വരുന്നു പുണ്യാളത്ത്, മാതാവ് വരുന്നു, വിശുദ്ധ വരുന്നു. ഇങ്ങനെ നിങ്ങളെ ഏതെല്ലാം രീതിയിൽ എലി കയറ്റാവോ ആ രീതിയിലുള്ള വാക്കുകളെല്ലാം അവിടെ പറഞ്ഞുകൊണ്ടിരിക്കും. ഭർത്താവ് ചോദിച്ച് എവിടെ പോയതാടി, ഇത്രയും നേരം എവിടെയായിരുന്നു? നിങ്ങള് അടിവയറ്റിന്റെ പിരിവിരിപ്പ് തുടങ്ങുന്നിടത്ത് എവിടെ പോയാന്ന് അറിയത്തില്ലയോ? പ്രത്യേകിച്ച് അവരോട് ചോദിക്കുന്നവര് പിശാച് അവരോട് പറയുന്നു, പിശാച് നാശമുണ്ടാക്കാതെ വിട്ടുപോകത്തില്ലെന്ന് യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിന്റെ 10-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്. കള്ളം വരുന്നത് കൊല്ലാനും നശിപ്പിക്കാനുമാണ്. ഞാൻ വന്നിരിക്കുന്നതോ ജീവനുണ്ടാകാനും അത് സമൃദ്ധമായിട്ടുണ്ടാകാനും. പ്രൈസലോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. അപ്പോൾ പിശാചിനോട് കൂട്ടിയിരുന്നാല് ആ പിശാച് നമ്മളെ നശിപ്പിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. ദൈവത്തോട് കൂട്ടിയിരുന്നാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കുക മാത്രമേ ചെയ്യത്തുള്ളൂ. എന്നാല് ദൈവത്തോട് കൂട്ടിയേരാൻ നമുക്ക് മടിയാണ്. ഏതൊരു കാര്യമാണ്. കാരണം നമ്മളെ ഹൃദയപൂർവ്വം ക്ഷമിക്കാനായിട്ട് തയ്യാറാകുമ്പോഴ് ഒരുപാട് പേര് പറയുമോ കഴിവൊന്നും ഇല്ലാത്തവന്, മൊണ്ണയ, മണ്ടന എന്നൊക്കെ ഇങ്ങനെ പറയും. അത് കേൾക്കാനായിട്ട് നമുക്ക് താല്പര്യമുണ്ടോ? എന്റെ സ്വഭാവം നേരത്തെ ഇങ്ങനായിരുന്നു. ആരെങ്കിലും തന്തയ്ക്ക് വിളിച്ചു, അതായത് അപ്പന് പറയുന്നത് എനിക്ക് ഭയങ്കര പ്രശ്നം, അവരെ കൊന്നേ വിടത്തുള്ളൂ. അതായിരുന്നു എന്റെ സ്വഭാവം. എന്നാല് പ്രാർത്ഥനയിലേക്ക് വന്നതിന് ശേഷം കർത്താവ് തന്ന മുന്നറിയിപ്പ്, ഒരുവൻ മറ്റൊരാളുടെ അപ്പന് പറയുന്നെങ്കിൽ, തന്തയ്ക്ക് പറയുന്നെങ്കിൽ ആരെയാ അവർ പറയുന്നത്? കർത്താവിനെ മാത്രമല്ല പറയുന്നത്, സമൂഹത്തിൽ വെച്ചൊരാളെ തന്തയ്ക്ക് പറയുന്നെങ്കിൽ ഈ പറയുന്ന വ്യക്തി ആ സമൂഹത്തിനോട് ഏറ്റു പറയുകയാണ്, എന്റെ അപ്പനാരാണെന്ന് എനിക്ക് അറിയില്ല, എന്റെ തന്ത ആരാണെന്ന് എനിക്ക് അറിയില്ല, ഞാൻ ജാരസന്തതിയാണ്, എങ്ങനെയാണ് ജനിച്ചതെന്ന് എനിക്ക് അറിയില്ല, എന്റെ അമ്മ വഴിപഴിച്ചതാണോ, എങ്ങനെ പോയതാണെന്ന് എനിക്ക് അറിയില്ല. ഇതാണ് മറ്റൊരാളുടെ തന്തയ്ക്ക് വിളിക്കുന്ന വ്യക്തി സമൂഹത്തിനോട് ഏറ്റു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതാ അവിടെ സംഭവിക്കുന്നത്. ഇതിനെക്കുറിച്ചുള്ള തിരിച്ചറിവ് കിട്ടിയപ്പോഴ് ആരെങ്കിലും തന്തയ്ക്ക് പറയാമെങ്കിൽ രണ്ടുകൂടെ പറയേണ്ട അവരോട് പ്രോത്സാഹിപ്പിക്കും. ഹല്ലേലൂയ. ഇവിടെ ഈ തന്തയ്ക്ക് വിളിക്കുന്ന സ്വഭാവമുള്ളവര് പുറത്തൊന്നും വെല്ലുവിളിയിരിക്കുന്നു. വാ തുറന്ന അന്നേരം ആ തമ്മയ്ക്ക് കഴിയും പോയിക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് കൈതാ ആ നന്ദി ചെറുതായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഈ നമ്മളൊരിക്കലും ആരുടെ അപ്പന് പറയരുത്. ഏറ്റവും വലിയ മാരകമായ അവസ്ഥയാണത്. അത് സ്വർഗത്തിനെതിരായി തീരുവാണത്. അപ്പന് പറയാം. കാരണം അങ്ങനെയുള്ളവരുടെ നാവ് പുഴുത്ത ഇവിടമിട്ട് പോകത്തുള്ളൂ. കർത്താവ് പറയുന്നില്ലയോ, വ്യാജം പറയുന്നവര്, അസഭ്യം പറയുന്നവരുടെയൊക്കെ നാവ് അഴുകി
ദ്രവിച്ച് ഇവിടുന്ന് പോകുന്നത്. അതാ വായി ക്യാൻസർ. ഈ ക്യാൻസർ നമ്മുടെ തന്നെ കയ്യിൽ കൊണ്ട് വരുന്നത്. അല്ലാതെ ഉപ്പുമാങ്ങ തിന്നുകൊണ്ടോ ഉപ്പുമീൻ തിന്നുകൊണ്ടോ ഓമയ്ക്ക തിന്നുകൊണ്ടൊന്നും വരുന്നതല്ലത്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 7-ാം അധ്യായം 14 വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ ഭൂമിയിലുള്ള ഒരു വസ്തുവിനും ഒരുവന്റെ ഉള്ളിലേക്ക് പോയി ഒരുവനെ അശുദ്ധനാക്കാനായിട്ട് സാധിക്കത്തില്ല. ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് ഒരുവനെ അശുദ്ധനാക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. കർത്താവ് പറയുന്നുണ്ട്, അങ്ങനെ ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടുള്ള എല്ലാ വസ്തുക്കളും വിശുദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നതാണെന്ന് അവരങ്ങനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. അപ്പൊ എന്തെങ്കിലും അശുദ്ധിയാണോ? ആണോ? അല്ല. അപ്പൊ നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തോട്ട് വരുന്നതാണ് അശുദ്ധി. തന്തയ്ക്ക് വിളിയും വേണ്ടാതേനവും കള്ളപ്പറച്ചിലും മോഷണവും വ്യഭിചാരവും കൊലപാതകവും മൂഢതയും ഇതെല്ലാം എവിടുന്നാ വരുന്നത്? ഉള്ളിൽ നിന്നാ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ ഈശോയും സമരിയക്കാരി സ്ത്രീയോട് സംസാരിക്കുന്ന സമയത്ത് അവിടെ ചുറ്റിക്കളി ഒരുപാട് നടത്തി ഇല്ലേ? അവസാനം കർത്താവ് ഒരു പണി കൊടുത്തു. കർത്താവ് പറഞ്ഞ്, ഞാൻ തരുന്ന വെള്ളം കുടിച്ച ഒരു കാലത്ത് നിങ്ങൾക്ക് ദാഹിക്കത്തില്ല. അപ്പൊ പതുക്കെ ഒരു താല്പര്യം. അതുവരെ യാക്കോബിന്റെ കണ്ടത തൊട്ടിയും പാളയൊക്കെ എന്ത്, കയറും പാളയൊക്കെ എന്തെന്ന് ചോദിച്ചുകൊണ്ട് നിന്നുള്ള പതുക്കെ മാറാൻ തുടങ്ങി. എന്നാ അങ്ങനെയാണെങ്കിൽ ആ വെള്ളം ഇച്ചിരി എനിക്ക് കാരണം കിലോമീറ്ററുകൾ ദൂരെ വരുന്ന വെള്ളം കോരൽ. ഈ വെള്ളം കോരൽ രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ആണുങ്ങളെ വശീകരിക്കാൻ. രണ്ടാമത് വെള്ളം കോരാൻ. ഈ രണ്ട് കാര്യമാണ് ആ വ്യക്തിയുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ടാണ് അവിടെ ആടും പേരൊന്നും ഇല്ലാത്തപ്പോഴാണ് വരുന്നത്. അപ്പൊ ആണുങ്ങളെ വശീകരിക്കാൻ കൂടെ വരുന്ന അവസരമുണ്ട്. ഈശോയ്ക്ക് അറിയാമായിരുന്നുകൊണ്ടാണ് യേശു അവിടെ ആ ഗണതീയരെ കുത്തിയിരിക്കുക. ഇവിടെ വരും ഒട്ടും അമാന്തിച്ചില്ല. പുള്ളിക്കാരി വന്ന ആ കാര്യങ്ങൾ സംസാരിക്കാൻ തുടങ്ങി. ഇത്രയും ഡീസന്റ് ആയിട്ടുള്ള ഒരു സമരീയക്കാരിയെ കാണാൻ പ്രയാസം. കർത്താവ് പോലും അതിശയിച്ചു പോയി. എന്തിന്റെ വാക്കുകൾ, ഏത് രീതിയിലുള്ള സംഭാഷണം ഇല്ലേ? ഇതുപോലുള്ള കാര്യങ്ങളല്ല അന്ന് അവിടെ അകത്തിരിക്കുന്നത്. നല്ലതാണോ അകത്തിരിക്കുന്നത്? ആ അകത്തൊതുക്കി വെച്ചിരിക്കുക. ഒരു കുഞ്ഞുങ്ങളും അറിയത്തില്ല. നാക്കുണ്ടെങ്കിൽ ആരാ അറിയുന്നു? അറിയുമാരെങ്കിലും. ഹല്ലേലൂയ. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ദൈവമേ നന്ദി, ദൈവമേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോഴ് ദാഹിക്കാതെ വെള്ളം തരാനായിട്ട് പറഞ്ഞപ്പോഴാ കർത്താവ് കയറി പിടികൂടി. കർത്താവ് പറഞ്ഞു, നീ പോയി നിന്റെ ഭർത്താവിനോട്, ഇത് ഒറ്റയ്ക്ക് കൊടുക്കുന്ന വെള്ളമല്ല, നീ പോയി നിന്റെ ഭർത്താവിനെ വിളിക്കൊണ്ട് വരിക. അവിടെ തന്നെ പറഞ്ഞു, എനിക്ക് ഭർത്താവില്ല. നേരില്ലായിരുന്ന പറഞ്ഞു. അവർക്ക് നിയമപരമായിട്ട് ഭർത്താവൊന്നുമില്ല. അന്നേരം കർത്താവ് അവളെ കൊണ്ടൊന്നും പറയിച്ചു. അന്നേരം കർത്താവ് പറഞ്ഞത്, നിനക്ക് 5 പേരുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവന് നിന്റെ ഭർത്താവല്ല. കർത്താവ് അവിടെ വെച്ച് അവിടെ ആന്തരികമായ കൗൺസിലിംഗ് നടത്തി. അങ്ങനെയാണ് അവള് കൊണ്ടുവന്ന കുടം അവിടെ വെച്ചിട്ട് അവിടെ തിരിച്ച് തിക്കാർ പട്ടണത്തിൽ പോയിട്ട് പറഞ്ഞ്, എന്റെ കാര്യം എന്നോട് പറഞ്ഞ ഒരുവനെ ഞാൻ കണ്ട്, നിങ്ങളും പോയി കാണുക. ഇപ്പോഴ് ഇന്നത്തെ കാലത്ത് നിങ്ങളുടെ കാര്യം നിങ്ങളുടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏക്കുവോ നിങ്ങൾ? ഒരു കാരണം വെച്ചാലും അത് കുറച്ചുള്ള ഗോൾ മതി എന്ന് പറയാം. എന്തെല്ലാം വകുപ്പുണ്ടായാലും അതൊന്നും അങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല. ഈ 6-ാം പ്രമാണത്തിൽ ലംഘനത്തെ കുറിച്ച് ചോദിക്കാനായിട്ട് തയ്യാറാകുന്നത് ഈ ആടിന്റെ അത്രയുള്ള വലിയ 6 കർത്താവ് വെളിപ്പെടുത്തുമ്പോഴാണ് ചോദിക്കുന്നത്. കൗൺസിലിംഗ് നടത്തുന്ന 10 കൽപ്പനയിലൂടെ ഒരേ കൽപ്പനകളുടെയും ലംഘനം വെളിപ്പെടുത്തും കർത്താവ്. അന്നേരം ചോദിക്കുന്നത്, കൗൺസിലിംഗ് ഇരിക്കുന്ന വ്യക്തിയിലിരിക്കല് സമരിയക്കാരിയെ മഗ്ദലന മറിയത്തെ കുറിച്ചുള്ള ഉപമ പറഞ്ഞാൽ ആ വഴികളിലൂടെ സഞ്ചരിച്ചിട്ടുണ്ട്. അവള് എവിടെയാ മറിക്കാൻ പറ്റുക? പിടിച്ചു നിർത്തി ആധികാരികമായിട്ട് ചോദിക്കാൻ പറയാൻ പറ്റുമോ? അതുകൊണ്ടാ ഒരു ചേട്ടന് വന്നപ്പോ പറഞ്ഞത്, ബ്രദറെ
കുഴപ്പമൊന്നും എനിക്കില്ല. ഞാൻ ഡിവൈനിൽ 6 മാസം നിന്നിരുന്നതാ. അയ്യപ്പത്തിനുണ്ടായിരുന്നു, കാര്യസ്ഥവനുണ്ടായിരുന്നു, എല്ലാടോ നിന്നിരുന്നതാണ്. ഈ വലിയ 6 വെളിപ്പെടുത്തിയപ്പോ ഞാൻ ചോദിച്ച മോളെ 6-ാം പ്രമാണത്തിൽ ലംഘനം എന്തെങ്കിലുണ്ടോ? ഒരു ലംഘനവും ഇല്ല. എനിക്ക് ഭർത്താവുണ്ട്, ആങ്ങളമാരുണ്ട്, അപ്പനുണ്ട്, എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള വഴിയില് ഞാൻ പോകത്തില്ല. ആണുങ്ങളുടെ മുഖത്ത് നോക്കത്ത് പോലും ഇല്ല. ഞാൻ പറഞ്ഞ കർത്താവിന് തെറ്റുപറ്റിയതായിരിക്കും. 6-ാം പ്രമാണം കാണിച്ചില്ലേ? കർത്താവിന് തെറ്റുപറ്റത്തില്ലേ? കർത്താവിന് തെറ്റുപറ്റത്തില്ല. എന്തായാലും ഈ ക്ഷേത്രത്തിൽ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ തലേ കൈവച്ച് പ്രാർത്ഥിക്കും. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ എന്തിരിക്കെ കൗൺസിലിങ്ങിന് വരുന്നവര് തുറന്ന മനോഭാവത്തോടുകൂടി അല്ലെങ്കിൽ പെട്ടെന്ന് കൗൺസിലിംഗ് ചെയ്യും. അധികം സമയമൊന്നും എടുക്കത്തില്ല. പെട്ടെന്ന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവര് വ്യാജം പറയാൻ തുടങ്ങിക്കഴിയുമ്പോഴത് ഒരുപാട് പ്രശ്നത്തിലേക്കാണ് മാറുന്നത്. അവിടെ ആദ്യം കള്ളം പറയേണ്ടവരെ അനുവദിക്കത്തില്ല. പെട്ടെന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അപ്പോഴേ പറഞ്ഞു വിടും. അപ്പൊ ഈ ചേട്ടത്തിയുടെ തലേ കൈവച്ച് പ്രാർത്ഥിച്ച് അവരെ വിട്ടുകഴിഞ്ഞപ്പോ അവര് രക്ഷപ്പെട്ടു. ഞാൻ ബ്രദറിനെയും കർത്താവിനെയും കളിപ്പിച്ചതും പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നു. ഇവിടുന്ന് ഇറങ്ങിപ്പോയി വീട്ടിൽ ചെന്നതിന് ശേഷം ആ പുള്ളിക്കാരി മറ്റ് സ്ഥലത്ത് പോയേച്ച് വന്ന പോലുള്ള അവസ്ഥയല്ല. വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോഴേ രാത്രിയും പകലും എല്ലാം ഒന്നായി. ഇപ്പോഴീ പകലിരിക്കുന്ന പോലെ തന്നെ ഇരിക്കും. രാത്രി ഉറക്കമില്ല, ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല. ഇരിക്കുമ്പോ തോന്നും കിടക്കണമെന്ന്, കിടക്കുമ്പോ തോന്നും ഇരിക്കണമെന്ന്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. 8 ദിവസം നോക്കി. 8-ാമത്തെ ദിവസം വന്നിട്ട് പറയുന്ന ബ്രദറെ ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ല. അന്ന് 3 ദിവസം അടുപ്പിച്ച് കൗൺസിലിംഗുള്ള സമയം. ജീവിക്കാനും പറ്റുന്നില്ല, മരിക്കാനും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി അടുത്ത് വന്നിരുന്ന് തലേ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം പുള്ളിക്കാരി സംസാരിക്കാൻ തുടങ്ങി. 4 മണിയായപ്പോഴത്തേക്ക് അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്ന 45 പേരോട് ക്ഷമിപ്പിച്ചു. 45 പേരോട് ക്ഷമിച്ചതിന് ശേഷം വീണ്ടും പുറകോട്ട് കിടക്കുക ആൾക്കാർ. ഞാൻ പറഞ്ഞ ഏത് രീതിയിലാണോ നിന്നെ കൂടെ ക്ഷമിപ്പിച്ചത്, ഇതേപോലെ പോയി വീട്ടിൽ ചെന്നിട്ട് ക്ഷമിക്കുക, ക്ഷമിച്ച് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിക്കുക. ഈ പറയുന്ന വ്യക്തി ദിവ്യാനന്തരത്തിൽ പോയപ്പോൾ അവിടെ വെച്ചും അവിഹിത ബന്ധത്തിൽ ഏർപ്പെട്ടു. ചെല്ലുന്ന എല്ലാ സ്ഥലത്തും ഇത് തന്നെയാണ്. കാരണം അവരിൽ എന്തുണ്ടോ അത് പോകുന്നിടത്തെല്ലാം പ്രവർത്തിക്കും. ദൈവം ഏറ്റവും കൂടുതൽ വെറുക്കുന്നതാണ് 6-ാം പ്രമാണത്തിന്റെ ലംഘനം. അതാണ് ഒരുപാട് പാവകരമായിട്ട് വരുന്ന അവസ്ഥകൾ. എന്നാല് കൗൺസിലിങ്ങിലൂടെ ഇങ്ങനെ വരുന്ന അവസരത്തിന് ഒരു വിടുതൽ കിട്ടാനായിട്ടുള്ള ഒരു മേഖലയാണ് കൗൺസിലിംഗ്. അതിന് സഹകരിക്കുകയോ തയ്യാറാകുകയോ ചെയ്യാതിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാല് ആ വ്യക്തിയുടെ ജീവിതം തന്നെ തകരും. ഈ മേഖലയിൽ ഒരുപാട് രോഗാവസ്ഥകളുണ്ടാകും, ഒരുപാട് തകർച്ചകളുണ്ടാകും, ഒരുപാട് പ്രശ്നങ്ങൾക്ക് കാരണമായിട്ട് മാറും. മോചനമൊന്നും ഉണ്ടാകത്തില്ല. കർത്താവ് പറയുന്നില്ലേ, നീ ഏത് അവയവം കൊണ്ട് പാപം ചെയ്യുന്നോ അതേ അവയവം കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചടി ഉണ്ടാകും. ഏത് അവയവം കൊണ്ടാണോ നീ പാപം ചെയ്യുന്നത് അതേ അവയവം കൊണ്ട് തന്നെ നിനക്ക് തിരിച്ചടി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. അപ്പോഴേ നമ്മളെ തന്നെ ന്യായീകരിക്കും. കുഴപ്പമൊന്നുമില്ല, പ്രശ്നമൊന്നുമില്ല എന്ന് പറഞ്ഞ് ന്യായീകരിക്കും. ആന്തരികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾ ഏതെല്ലാം ഡോക്ടർമാരിലേക്ക് പോയാലും ഒരു കാരണവശാലും പാപകരമായ രോഗത്തിൽ നിന്ന് മോചനം ഉണ്ടാകുക അസാധ്യമാണ്. റോമ 6:23. പാപം മൂലം രോഗിയാകുന്ന രോഗം മൂലം മരണം സംഭവിക്കുന്നു. പാപം മൂലം രോഗിയാകുന്ന രോഗം മൂലം മരണം സംഭവിക്കുന്നു. ഇതായിരിക്കും അവസ്ഥ. നമ്മൾ ചെയ്തു കൂട്ടിയ പാപമാണ് നാളെ നമ്മളെ രോഗിയാക്കി മാറ്റാനായിട്ട് കാരണമാകുന്നത്. ആ രോഗത്തിൽ നിന്നാണ് ദൈവം നമുക്ക് മോചനം തരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ
മരണത്തിലേക്കായിരിക്കും പ്രവേശിക്കുക. രോഗത്തിലുള്ള മരണം, നാശത്തിലേക്കുള്ള യാത്ര, നിത്യനരകാഗ്നിയിലേക്കായിരിക്കും നമ്മൾ ചെന്ന് എത്തുക. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് ഇതുപോലെ ഈ വചനം ഒരു വേദിയിൽ ഞാൻ പറഞ്ഞപ്പോഴ് പാപമാണ് രോഗത്തിന് കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്ന് അവിടെ നിന്ന് കുറെ അമ്മച്ചിമാര് ചാടി എണീറ്റ് എന്നോട് ചോദിച്ചു, ബ്രദറെ അങ്ങനെയാണെങ്കിൽ മാർപ്പാപ്പായും മദർ തെരേസയ്ക്ക് അവരാശുപത്രിയിൽ കിടക്കുന്നില്ലേ, അവർ രോഗിയുമായിട്ടായി കിടക്കുകയില്ലേ? ഞാനിന്നലെ അവരോട് ചോദിച്ച്, മാർപ്പാപ്പായും മദർ തെരേസയൊക്കെ എന്റെ നടുവ്, എന്റെ കാല്, എന്റെ കയ്യെന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു അവര്. ആയിരുന്നോ? അൽഫോൻസാമയും എന്നാലും എന്റെ കാല്, എന്റെ ക്ഷയവ് എന്ന് പറഞ്ഞ് നടക്കുമായിരുന്നു. എന്തിന്റെ വേദന, എന്തിനു നെഞ്ചുവേദന പറഞ്ഞായിരുന്നു. അപ്പോഴ് ദൈവസ്നേഹമുള്ള വ്യക്തികള് ഏതെങ്കിലും ഒരു രോഗം സന്തോഷമായിട്ട് സ്വീകരിക്കപ്പെടും. ആ രോഗത്തെ കുറിച്ച് എപ്പോഴും നന്ദി പറയത്തില്ല. 1 യോഹന്നാൻ 3:15 സഹോദരനെ വെറുക്കുന്നവൻ കൊലപാതകയാണ്, കൊലപാതകയിൽ നിത്യജീവൻ വസിക്കുന്നില്ല. അപ്പോഴേ ദൈവത്തെ സ്നേഹിക്കുന്ന ഒരാള് രോഗം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ രോഗത്തെ കുറിച്ച് എപ്പോഴും നന്ദി പറയും. ഇപ്പൊ കാലുവേദന ഉണ്ടാകുമ്പോ ദൈവമേ നന്ദി, ഈ കാലുവേദനയെ ഓർത്ത് ആ ദൈവത്തിന് നന്ദി പറയുക. അന്നേരം ഈശോയുടെ ക്രൂശ രൂപമായിരിക്കും നമ്മൾ കാണുന്നത്. കാരണം ഈശോയുടെ കുരിശിനോട് ചേർന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോഴേ യേശുവിന്റെ സഹനം നമുക്ക് തരിക എന്ന് പറയുന്നത് നിസ്സാരമല്ല. അത് സ്വീകരിക്കാൻ യോഗ്യതയുള്ളവർക്ക് അത് ദൈവം അനുവദിച്ചു കൊടുക്കത്തുള്ളൂ. അതുകൊണ്ടാ ഏതൊരു വേദനയും നിങ്ങൾക്ക് വരുമ്പോൾ ആ വേദനയോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞാൽ ആ വേദന അസ്വസ്ഥതയൊക്കെ നിങ്ങളെ വിട്ട് പിരിഞ്ഞ് പോകും. നിങ്ങൾ ആ വേദനയോർത്ത് അയ്യോ വയ്യ വയ്യ വയ്യായി എന്ന് പറഞ്ഞാല് പിശാചിന് വലിയ സന്തോഷം. കാരണം വയ്യായെന്നൊന്ന് പറഞ്ഞു കിട്ടാനായിട്ട് നോക്കിയിരിക്കുക പിശാച്. അപ്പോഴാ വയ്യാഴിയെ കൂടുതൽ ശക്തിപ്പെടുത്തും. കാരണം ഏതൊരു രോഗവും മനുഷ്യനെ മരണത്തിലേക്കാണ് നയിക്കുന്നത്. ഏതൊരു ചെറിയ രോഗവും മനുഷ്യനെ മരണത്തിലേക്കാണ് വഴി നടത്തുന്നത്. ഈ മരണഭീതിയാണ് അവരെ കൂടുതൽ അസ്വസ്ഥരാക്കുന്നത്. അപ്പോഴ് ഈ മരണമെന്ന് പറയുന്നത് ഏത് നിമിഷവും സംഭവിക്കുമെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ച കാര്യമുണ്ടോ? ആകുലപ്പെട്ടുകൊണ്ട് മരിക്കാതിരിക്കുവോ? അപ്പൊ പിന്നെ മരിക്കുന്നതിന് മുമ്പേ നമുക്ക് ചെയ്യാനുള്ള ഒരു കാര്യമേ ഉള്ളു, എന്തെങ്കിലും സൽക്കർമ്മ പ്രവൃത്തികൾ ചെയ്യുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്തെങ്കിലും സൽക്കർമ്മ പ്രവൃത്തികൾ ചെയ്യുക. അതിൽ ഏറ്റവും വലിയ സൽക്കർമ്മമാണ് ഏതാണ്? ഏറ്റവും വലിയ സൽക്കർമ്മം വചനം ശ്രമിക്കുക, അത് പ്രാവർത്തികമാക്കുക. അതാണ് ഏറ്റവും വലിയ സൽക്കർമ്മം. കാരണം നമ്മളുടെ ചെയ്തുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ ഇവിടെ ഗർഭിണിയായിട്ടുള്ള ഒരു മകളുടെ ഇപ്പോൾ ഡോക്ടർമാര് ഗർഭിണികളോട് പറയുന്നുണ്ട്, നിങ്ങള് ഈ കുഞ്ഞുതരത്തിലുള്ളപ്പം എപ്പോഴും സന്തോഷത്തിലായിരിക്കണം, സമാധാനത്തിലായിരിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ അറിയാതെ ഏതെങ്കിലും ഒരാളുടെ ചിന്തയോ ഒരു വേദന തോന്നിയാല് ആ നിമിഷം ബ്ലീഡിംഗ് ആയി പോകും. വീട്ടിൽ വളർന്നുകൊണ്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾ, ഗർഭത്തിൽ കിടക്കുന്ന കുഞ്ഞ് അമ്മയുമായിട്ടാണ് ഏറ്റവും കൂടുതൽ ബന്ധം. അമ്മ എന്തെല്ലാം ചെയ്യുന്നോ പറയുന്ന ഇതെല്ലാം ആ കുഞ്ഞ് സ്വാധീനിച്ചാണ് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് യാക്കോബിലെ എഴുതിയ ലേഖനം 1-ാം അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, ദുർമോഹം ഗർഭം ധരിച്ച് പാപത്തെ പ്രസവിക്കുന്ന പാപത്തിന്റെ പൂർണ്ണ വളർച്ചയെത്തുമ്പോഴത് മരണത്തെ ജനിപ്പിക്കും. അതുകൊണ്ടാണ് നിങ്ങളുടെ ഉദരത്തിൽ നിന്ന് പുറത്തു വരുന്ന കുഞ്ഞുങ്ങള് ഒരേ വയസ്സ് പ്രായം കഴിയുമ്പോഴ് ഒരേ വ്യക്തിത്വ സ്വഭാവങ്ങൾ അവർ കാണിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോഴൊരു കുഞ്ഞിനെ കൊണ്ട് അമ്മയിരുന്നപ്പോഴുള്ള പാട് കണ്ടോ? കുഞ്ഞാണോ അതിന് ഉത്തരവാദി? ആണോ? പിന്നെ ആരാ അതിന് ഉത്തരവാദി?
അതിന്റെ മാതാപിതാക്കളാണ് അതിന്റെ ഉത്തരവാദി. യേശു ഈ ഭൂമിയിൽ വന്ന് എന്ത് പറയാനായിട്ടാ യേശു ഭൂമി വന്നത്? ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നെന്ന് പറയാനായിട്ടാണ് യേശു ഈ ഭൂമിയിൽ വന്നത്. സൃഷ്ടാവാരാ? യേശുവാണ്. അപ്പം സൃഷ്ടാവ് സൃഷ്ടിച്ച സൃഷ്ടികളിലൂടെ വന്ന തെറ്റ് സൃഷ്ടാവ് ഏറ്റെടുത്തുകൊണ്ട് ഇതാ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കുന്നെന്ന് പറയാനായിട്ടാണ് സ്വർഗം വിട്ട് യേശു ഭൂമിയിൽ വന്നത്. അപ്പോൾ ഒരു കുഞ്ഞിന് ഒരിക്കലും ഈ ഭൂമിയിൽ നിന്ന് ഒരു വകുപ്പും ഇല്ല. ഒരു പ്രശ്നങ്ങളും ഒരു കുഞ്ഞിന് ഈ ഭൂമിയിൽ നിന്ന് വരുന്നില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങളുടെ 95% ആ മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്നതാണ്. 5% മാത്രമാണ് ഈ ഭൂമിയിൽ നിന്ന് കിട്ടുന്ന പ്രശ്നങ്ങൾ. 95% മാതാപിതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആന്തരിക മുറിവുകളാണ് കുഞ്ഞ് ഏറ്റെടുത്തുകൊണ്ട് പുറത്തു വരുന്നത്. അതുകൊണ്ടാണ് ഒരു കുഞ്ഞിനെ നിങ്ങൾ ഉരുത്തിട്ടുണ്ട്, നിങ്ങളുടെ മനസ്സിൽ എന്ത് ചിന്തിക്കുന്നു അതെല്ലാം പുറത്തു വരുമ്പോൾ പ്രവർത്തിക്കും. 3 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി 20 വയസ്സുകാരനോട് പറയുന്ന നമുക്ക് ഒളിച്ചോടാ, അണ്ണനെ എനിക്ക് വലിയ ഇഷ്ടമാ, വാ നമുക്ക് ഒളിച്ചോടി പോവാ. ഈ 20 വയസ്സുകാരന് ഇത് കേൾക്കുന്ന നാട്ടുകാർക്കും തമാശയായിട്ടാണ് തോന്നുന്നത്. ഇതൊരിക്കലും തമാശ അല്ല, ഏറ്റവും ഗൗരവമുള്ള കാര്യമാണ്. ഈ കുഞ്ഞിനെ ഉദരത്തിൽ അവൾ വഹിച്ചിരുന്നപ്പോഴ് കണ്ണീരാറ്റിലെ തോണി എന്ന് പറഞ്ഞൊരു കഥ, തുടർക്കഥ അവൾ വായിക്കുമായിരുന്നു. ആ തുടർക്കഥയ്ക്കകത്ത് 90% ഒളിച്ചോടുന്ന കഥ അതിനകത്തുണ്ട്. അതാണ് ഈ അമ്മ വായിച്ചു കൂട്ടിയത് മൊത്തം. പുറത്ത് വന്നവള് ആ ഒളിച്ചോടാൻ 3 വയസ്സായപ്പോഴേ അവള് പറയാൻ തുടങ്ങി, ഇവൾ ഒളിച്ചോടുക തന്നെ ചെയ്യും. കാരണം അവളിത് പഠിച്ചതും സ്വീകരിച്ചിരിക്കുന്നത് ഇത് തന്നെയാണ്. മനസ്സിലോ? ഈ കൊച്ചിനെ കുറ്റം പറഞ്ഞിട്ടോ അതിനെടുത്തിട്ട് അടിച്ചിട്ടോ കാര്യം വല്ലതും ഉണ്ടോ? മൂത്ത കുഞ്ഞിനെ പ്രസവിച്ച് ഒരു മകളായി, രണ്ടാമത്തേനെ ഗർഭിണിയായി. അപ്പൊ ഈ കുട്ടിയെ സ്കൂളിൽ വിടാനായിട്ടല്ല അമ്മ ഒരുക്കുമായിരുന്നു. ഗർഭിണിയായി കഴിഞ്ഞപ്പോഴത്തേക്ക് അമ്മയ്ക്ക് അസ്വസ്ഥത കൂടി വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ പിന്നെ മോള് തന്നെ അങ്ങ് ഒരുക്കുമായി. പിന്നെ അമ്മ ഒരു ചെക്കപ്പ് മാത്രമേ ചെയ്യത്തുള്ളായിരുന്നു. ചെക്കപ്പ് നടത്തി വിടും അമ്മ. അമ്മ ചെയ്യുന്ന ചെക്കപ്പ് എന്തുവാ? മോള് ഉടുപ്പ് വല്ലതായിട്ടോണ്ട് വന്നു കഴിയുമ്പോൾ മോൾ ഉടുപ്പ് പൊക്കി നോക്കും, നിക്കറിട്ടിട്ടുണ്ടോന്ന്, ഷഡ്ഡി ഇട്ടിട്ടുണ്ടോന്ന് ആ മോളെ ഉടുപ്പ് പൊക്കി നോക്കുമായിരുന്നു അമ്മ. എന്തായാലും ഇത് നോക്കിവിട്ട് അമ്മയ്ക്ക് അറിയത്തില്ല വകുപ്പ് പ്രശ്നമാകുന്നൊന്നും അറിയത്തില്ല. അവസാനം ഈ അമ്മയുടെ ഉദരത്തിൽ കിടന്ന ഒരു ആൺകുട്ടിയായിരുന്നു. അതിനെ പ്രസവിച്ച് കഴിഞ്ഞ് സ്കൂളിൽ കൊണ്ടുവന്ന് വിട്ട് 5 വയസ്സ് പ്രായമായി. 5-6 വയസ്സായി കഴിഞ്ഞപ്പോഴ് ഇവൻ പതുക്കെ അമ്മയുടെ ജോലി തുടങ്ങി. തിരിച്ചറിവാകാനായിട്ട് തുടങ്ങിയപ്പോഴത്തേക്ക് ആ സ്കൂളിൽ വരുന്ന ഒരുവിധപ്പെട്ട എല്ലാ പെൺപിള്ളേരുടെയും തുണി പൊക്കി നോക്കും. ഉടുപ്പിട്ടോ നിക്കറിട്ടിട്ടുണ്ടോ, അവർ ഉടുപ്പ് നോക്കിയിട്ട് ചോദിക്കുകയും ചെയ്യുന്ന ഷഡ്ഡിട്ടിട്ടുണ്ടോ. ആദ്യമൊക്കെ അവന് അറിയില്ലായിരുന്നു ഇത് ഉടുപ്പ് നോക്കി നോക്കുന്നത് എന്തിനാണ്. അവനൊരു സമാധാനത്തിന് വേണ്ടിയിട്ടാണ് ഉടുപ്പ് നോക്കി നോക്കുന്നത്. എന്തായാലും സാറന്മാരുമൊക്കെ ഒരുപാട് വിവരമുള്ളവരായിരുന്നുകൊണ്ട് ഈ കൊച്ചിയുടെ അപ്പനെ അമ്മയെ അവിടെ വിളിപ്പിച്ചു. അപ്പനെ അമ്മയും വിളിപ്പിച്ചിട്ട് പറഞ്ഞ്, നിങ്ങളുടെ മകൻ ആള് ശരിയല്ല, ഇപ്പോഴേ പ്രശ്നമാണ്, ഇപ്പോഴേ പീഡന കേസ് തുടങ്ങിയിരിക്കുക, അതുകൊണ്ട് ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല, ഫീസും മേടിച്ചിട്ട് പോയിട്ടുള്ള. തന്തയുടെയും തള്ളയുടെയും കണ്ണില് ഏറ്റവും വലിയ ഉപദ്രവകാരിയായിട്ട് മാറി ഇവന് എങ്ങനെ ഇനി മുന്നോട്ട് വിടുന്നത്, വെച്ചേക്കുന്നത്. എന്തായാലും നല്ലൊരു ശിക്ഷ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അമ്മയും അപ്പനും കൂടെ വീട്ടിൽ വന്നിട്ട് അപ്പൻ അമ്മയോട് പറഞ്ഞൊരു കാര്യം ചെയ്യ, ഒരു ചട്ടം എടുത്ത് നീ അടുപ്പി വെക്കുക. അങ്ങനെ ചട്ടം എടുത്ത് അടുപ്പി വെച്ച് പഴിപ്പിച്ചിട്ട് മോനെ കെട്ടിയിട്ടിട്ട് ആ നിക്കറ് മേളോട് പൊക്കിയിട്ട് ഈ പഴുത്ത ചട്ടകം തുടക്കി വെച്ചു കൊടുത്തു. ചട്ടകം വെച്ചു കൊടുത്ത് കഴിഞ്ഞപ്പോഴ് ആ കെട്ടിൽ തന്നെ അവൻ ബോധം കെട്ട് വീണു. അന്നേരം അമ്മ കുറച്ച് ഉപ്പും കൂടെ അതിന്റെ പുറത്ത് ഒഴിച്ചു കൊടുത്തു. അതിനുശേഷം അവൻ മുന്നോട്ട് വളരാൻ തുടങ്ങി. ഏതെങ്കിലും സ്ത്രീകളുടെ
കാൽപാദത്തിന് മേലോട്ട് കണ്ടു കഴിഞ്ഞാൽ ആ നിമിഷം അവൻ ബോധം കെട്ടും. കാൽപാദത്തിന് മേലോട്ട് കണ്ടാല് ആ നിമിഷം അവൻ ബോധം കെട്ട് പോവുമായിരുന്നു. അങ്ങനെ ഡോക്ടർമാർ ജിയെ കൊണ്ടുവന്ന് ഒരുപാട് ചികിത്സകളെല്ലാം നടത്തി അവസാനം അവരുടെ നിഗമനത്തിലെത്തി ഇവനെ കല്യാണം കഴിപ്പിച്ചാൽ ബോധക്കേട് മാറും. അങ്ങനെ എന്തായാലും അപ്പനും അമ്മയും എല്ലാവരും ചേർന്ന് കല്യാണം നടത്തും. കല്യാണത്തിന് മുമ്പ് വരെ അരമണിക്കൂറോ 1 മണിക്കൂറോ ഉണ്ടോ ബോധക്കേട് പോവുമായിരുന്നു. കല്യാണം കഴിഞ്ഞ ആദ്യ ദിവസം മുതൽ മൊത്തം ബോധക്കേട് തന്നെ, ബോധം തെളിഞ്ഞിട്ടില്ല അവർക്ക്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ബോധം കെട്ട് കിടക്കുകയാണ്. അപ്പനും അമ്മയും പറയുന്നുണ്ടോ ഞങ്ങളെ ഉത്തരവാദിയെന്ന്? പറയുക അവര് എപ്പോഴെങ്കിലും ഏറ്റെടുക്കുക ഈ തെറ്റ് ഞങ്ങളുടേതാണെന്ന്. ഞങ്ങളാണ് ഇങ്ങനെ നശിപ്പിച്ചത്, ആ കുഞ്ഞിനെ നശിപ്പിക്കാൻ കാരണം ഞങ്ങളാണെന്ന് ആരെങ്കിലും പറയാണ്ട് തയ്യാറാവുമോ? അവസാനം കൗൺസിലിങ്ങിന് കൊണ്ടുവന്ന് കൗൺസിലിങ്ങിലൂടെ ആ കുഞ്ഞിനോട് അമ്മയുടെ ഉദരത്തിൽ കിടന്നിരുന്ന സമയത്ത് ആ ഭാവനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് പറഞ്ഞു. പൊക്കളുടെ കൈവച്ചുകൊണ്ട് ആ കുഞ്ഞിനെ ഉദരത്തിൽ തന്നെ കാണുക. മോളെ തൊടിപൊത്തി നോക്കാനായിട്ട് കാരണക്കാരി ഞാനാണ് നിന്നെ നശിപ്പിക്കാൻ കാരണമായത്. നിന്റെ പെറ്റതള്ളയായ ഞാനാണ് നിനക്ക് നാശത്തിനെല്ലാം ഉത്തരവാദിയായത്. ഇന്ന് ഇവിടെ ഇരിക്കുന്ന അമ്മമാര് മക്കളുടെ ഗുരുത്തക്കേടും മേടതാളങ്ങളും കാണുമ്പോ തലേ കൈവച്ച് ബ്രാക്കും ശാപമൊക്കെ അല്ലേ ഇല്ലേ? ഒരു പെൺകൊച്ച് 17 വയസ്സ് പ്രായമുള്ള പെൺകൊച്ച് ആടെ എന്ത് സാധനം കണ്ടാലും അടിച്ചു മാറ്റി. 100 പേരിരിക്കുന്നതിനിടയ്ക്ക് ഇരുന്ന് കഴിഞ്ഞാല് അവിടെ നിന്ന് അടിച്ചു മാറ്റുക. ഒരിടത്ത് ധ്യാനത്തിന് പോയി. ധ്യാനത്തിന് പോയപ്പോഴ് അവിടെ സ്വാതന്ത്ര്യമായിട്ട് നിൽക്കുന്ന നടത്തിയപ്പോ പാഠം കൊണ്ടുവന്ന് അവിടെ വെച്ചു. അതിനകത്തുണ്ടായിരുന്ന 150-ന്റെയൊക്കെ ആ വെളുത്ത നോട്ട് കംപ്ലീറ്റ് അടിച്ചു മാറ്റി കളഞ്ഞു. സോപ്പ് എന്തെല്ലാം അതിന് തോന്നുന്നു അതെല്ലാം അടിച്ചു മാറ്റും. 100 കണക്കിന് ജനങ്ങൾ നിൽക്കുന്നതിന്റെ ഇടയ്ക്കെന്നാണ് ഇത് അടിച്ചു മാറ്റുന്നത്. അറിയത്തില്ല എങ്ങനെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അവസാനം ആ കൊച്ചിനെ എടുത്തിട്ട് അടിയും ചീത്തവിളിയും പഴുക്കുമൊക്കെ നീ എവിടുന്ന് വന്ന ആട് ഊര ഏത് മോഷണക്കാരാ. അവസാനം ഇതിന് കൗൺസിലിംഗ് കൊണ്ടുവന്നപ്പോഴ് ആ കൊച്ചിനോട് പറഞ്ഞു മോളെ നീ വീട്ടിൽ പോയിട്ട് എന്റെ അമ്മയ്ക്ക് വരാൻ പറഞ്ഞു. അമ്മയെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞു. എങ്ങനെ അമ്മയെ വിളിച്ചോണ്ട് വന്ന് അമ്മയുമായിട്ട് സംസാരിക്കാൻ തുടങ്ങിയപ്പോഴ് മദ്യപിച്ചുകൊണ്ട് വരുന്ന ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് പൈസ അടിച്ച് മാറ്റും. ഗർഭിണിയ 1 മാസം തുടങ്ങിയപ്പോൾ മുതല് മദ്യപിച്ചുകൊണ്ട് വരുന്ന ഭർത്താവിന്റെ പോക്കറ്റിൽ നിന്ന് ഭർത്താവ് അറിയാതെ പൈസ അടിച്ച് മാറ്റും. എന്ത് സാധനങ്ങൾ എവിടെ ഇരിക്കുന്ന അതിനോടെല്ലാം ആഗ്രഹം. യാക്കവ പിച്ചള മൊന്ത നല്ല ബ്ലൗസ് എന്ത് തുണി കണ്ടാലും അതെല്ലാം യാക്കോ ആഗ്രഹം. ഇതെല്ലാം അടിച്ചു മാറ്റുക. ഇതിന്റെ എല്ലാം ഉത്തരവാദി ഈ പാവപ്പെട്ട കുഞ്ഞ് വേസ്റ്റ് മേടിക്കുക, അടിയും പിടിയും ചെറുപറച്ചിലുമല്ല. എന്തായാലും അമ്മയെ കൊണ്ട് ക്ഷമിപ്പിച്ച് ക്ഷമ കൊടുത്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം ഒരു ഈർക്കൽക്കാരുടെ പോലും പിന്നെ അവള് എടുക്കത്തില്ല. എവിടെ ആടെ എന്ത് കിടന്നാലും എടുക്കുന്ന പ്രശ്നം ഉദിക്കത്തില്ല. ഉത്തരവാദിയാര്? മോളാണോ? അപ്പൊ പിന്നെ നിങ്ങള് ഈ കുഞ്ഞുങ്ങളെ ത്യാഗം ശപിക്കുകയും ചെയ്യുന്നത് അവരുടെ ഒരേ പ്രവൃത്തികളും കാണുമ്പോഴ് തെറ്റുകാര് ഞങ്ങളാണെന്ന് തന്നെ ഏറ്റു പറയാൻ തയ്യാറാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇവിടെ അടുത്ത് വിജയൻ എന്ന് പറയുന്ന ഒരു മകനുണ്ടായിരുന്നു. വിജയൻ, കള്ളം വിജയൻ എന്നാലും അറിയപ്പെടുന്ന മരിച്ചുപോയി കൊടുക്കരുത്. അദ്ദേഹത്തിന്റെ മോഷണം എന്ന് പറയുന്നത് തേങ്ങാക്കൊല, പഴഞ്ചോറ്, പിന്നെ വാഴയ്ക്ക, ഇങ്ങനെ ഉള്ള സാധനങ്ങളൊക്കെ കരിക്ക്, ഈ ചാപ്പാണം തെങ്ങയിലെ കരിക്ക്, ചെന്തങ്ങയിലെ കരിക്ക്, ഇതൊക്കെ അദ്ദേഹത്തിന്റെ മോഷണം. എന്തായാലും പോലീസുകാരെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. 2-3 ദിവസം ജയിലിൽ കൊണ്ടിടും. എന്താ കേസ് ചാർജ് ചെയ്യാനാ? തേങ്ങ മോട്ടിച്ച്, ചീനി മോട്ടിച്ചെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പിടിച്ചുകൊണ്ട് വെച്ചിട്ട് അദ്ദേഹത്തിന് അവിടുന്ന് വിടും. അന്നേരം അങ്ങനെ മോഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇയാള് എല്ലാ ദിവസവും പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവിടെ രജിസ്റ്റർ വെച്ചിട്ടുണ്ട്. ആ രജിസ്റ്ററിൽ ഒപ്പിടണമെന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം പറഞ്ഞത് ശരിതാണ്, ഞാൻ വന്ന് ഒപ്പിട്ടിട്ട് പോകാമെന്ന് പറഞ്ഞു. കള്ളന്മാർക്ക് എപ്പോഴും അനുകൂല സാഹചര്യമാണ്.
വരുന്നത്. അത് പോലീസുകാർക്ക് അറിയത്തില്ല. അപ്പൊ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാരുണ്ട്, 5-6 പേരുണ്ടായിരുന്നു. അവര് പുറത്തെവിടെയോ പോയി. അവിടെ പാറാവിൽ നിന്നായിരുന്ന പാറാവിന് നിന്നിരുന്ന പോലീസുകാരൻ പെട്ടെന്ന് ഇവൻ വരാനുള്ള സമയമായപ്പോഴേ ഇയാളുടെ കടയിലെങ്ങാണ്ട് നാരങ്ങ വെള്ളം കുടിക്കാനോ ചായ കുടിക്കാനോ പോയി. ഇവൻ വന്ന് നോക്കിയപ്പോ അവിടെങ്ങും ആരുമില്ല, പോലീസ് സ്റ്റേഷനിൽ ആരുമില്ല. പോലീസിന്റെ വാതൊക്കെ 2 ചെന്തയ്ക്ക് നിൽപ്പുണ്ട്. ഇദ്ദേഹത്തിന്റെ കയ്യിൽ എപ്പോഴും ഒരു ചാക്കുണ്ട് കേട്ടോ. ആ നിന്നിരുന്ന 2 തെങ്ങയൊന്നും ഈരട്ട് വരെ കരിക്ക് വെട്ടി ഇയാള് ചാക്കിനകത്താക്കി അങ്ങ് കൊണ്ടുപോയി. പോലീസുകാരൻ വന്ന് നോക്കിയപ്പോഴും പിറ്റേന്ന് വന്നപ്പോ അവൻ സൈൻ ചെയ്തിട്ടില്ല അവിടെ. എന്നിട്ട് ചോദിച്ചടാ, ഇന്നലെ എവിടായിരുന്നു, ഇന്നലെ എവിടാ നീ സൈൻ ചെയ്ത്? ഇന്നലെ പറഞ്ഞു സാറേ ഞാൻ വന്നായിരുന്നു, ഞാൻ സൈൻ ചെയ്തു. എന്നിട്ട് എന്താടാ ബുക്കിലെന്താന്ന് ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ബുക്കിലല്ല സൈൻ ചെയ്തത്, ആ തെങ്ങേല. ആ തെങ്ങയിൽ നിന്ന് കരിക്കും വെട്ടിക്കൊണ്ടാ പോയത്. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 ദിവസം കഴിഞ്ഞപ്പോ വന്നപ്പോഴ് കാന്താരി പടപ്പനെന്ന് പറയുന്ന ചീനി വിത്തിനിടാനായിട്ട് പോലീസുകാരുടെ പോലീസുകാരുടെ പുറകിൽ നട്ടിട്ടുണ്ടായിരുന്നു. അവര് പാകാനായിട്ട് പറിക്കാതിരുന്നത്. അവൻ വന്ന് നോക്കിയപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ എല്ലാ കാര്യങ്ങളും അനുകൂലമായിട്ടുള്ള സാഹചര്യമാണ്. അവനൊട്ടും നിന്നില്ല. ഒറ്റ സമയം കൊണ്ട് 2-3 മുറി ചീനി പറിച്ച് ചാക്കിനകത്തായിക്കൊണ്ട് അവനെപ്പോഴേ പോയി. പിറ്റേ ദിവസം വന്നു കഴിഞ്ഞപ്പോഴേ SI പോലീസുകാരോട് പറഞ്ഞില്ല, പൊന്നച്ഛന് നീ ഇങ്ങോട്ട് വരികയേ വേണ്ട, നീ ഇങ്ങോട്ട് സൈൻ ചെയ്യാനെന്ന് പറഞ്ഞ് ഇവിടെ വരണ്ട. അവസാനം വേറെ കഴുകിയിട്ടിരുന്ന തുണിയൊക്കെ മോടിക്കൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് ഒരു SI മാറി വന്ന സമയമായിരുന്നു. അന്ന് തുണി മോടിക്കൊണ്ട് പോയെന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് പെറ്റീഷൻ കൊടുത്ത് അങ്ങനെ പോലീസുകാര് ഇയാളെ പിടിക്കാൻ വന്നപ്പോ അമ്മയുടെ ഇരിക്കലിരുന്ന് ചോറുണ്ണുമായിരുന്നു അദ്ദേഹം. അമ്മ ചോറ് വിളമ്പി കൊടുക്കുകയായിരുന്നു. പോലീസുകാരൻ വന്നിട്ട് ഇവനെ അവിടുന്ന് പിടിച്ചിറക്കി, ചോറിനടുത്ത് പിടിച്ചിറക്കി പുറത്തു കൊണ്ടുവന്നിട്ട് അമ്മയുടെ മുന്നിൽ വെച്ച് തന്നെ ചെവിക്കുറ്റി തീർത്ത് 2 അടി പോലീസുകാരൻ കൊടുത്തു. ഇവന്റെ പല്ല് പറഞ്ഞ് അമ്മയുടെ കാൽച്ചവിടിലായിരുന്നു വീണത്. അങ്ങനെ പോലീസുകാര് അദ്ദേഹത്തിനും കൂട്ടിക്കൊണ്ട് പോയി. ഈ അമ്മ നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് മേലോട്ട് നോക്കിയിട്ട് പറഞ്ഞ്, ദൈവമേ എന്റെ ഉദരത്തിൽ തന്നെയാണല്ലോ ഇവൻ വന്ന് ജനിച്ചത്. ഉരുകിയ മനസ്സോടുകൂടി സ്വന്തം മോനെ മറ്റുള്ളവരെ അടിക്കുന്നതും പല്ലടിച്ച് തെറിപ്പിക്കുന്നതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴ് ഉരുകിയ മനസ്സോടുകൂടി അമ്മ ഇങ്ങനെ മേപ്പിളോട് നോക്കിയിട്ട് പറഞ്ഞു, ദൈവമേ എന്റെ ഉദരത്തിൽ തന്നെ ഇവൻ വന്ന് ജനിച്ചല്ലോ എന്ന് പറഞ്ഞ് അന്ന് ജയിലിൽ കൊണ്ടുപോയിട്ട് 2-3 ദിവസം അവിടെ ഇട്ടിരുന്ന് അവിടെ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നതിന് ശേഷം അവൻ കൂലിപ്പണിക്ക് പോയി മരണനിമിഷം വരെ അവനെ ആരുടെയും ഒന്നും മോട്ടിക്കാതെ മരണം വരെ ജോലി ചെയ്തായിരുന്നു ജീവിച്ചത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മ ഗർഭിണിയായിരുന്നപ്പോഴ് വഴിയെ നടന്നു പോകുമ്പോഴും വീട്ടിലിരിക്കുമ്പോഴും ഒക്കെ അയലത്തുകാരുടെ ചീനി, ചെന്തങ്ങ കിടക്കുന്ന കരിക്ക്, വാഴക്കൊല, തേങ്ങാക്കൊലയൊക്കെ കിടക്കുമ്പോഴ് ഇതിലൊരെണ്ണം കിട്ടിയായിരുന്നെങ്കിൽ, ഇതിലൊന്നുണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ അമ്മ ചിന്തിക്കുമ്പോൾ ഓർക്കണം, ഈ ഉദരത്തിൽ കിടക്കുന്ന കുഞ്ഞ് നാളെ പുറത്തു വന്നു കഴിയുമ്പോൾ അമ്മ ചിന്തിച്ച സകല കാര്യങ്ങളും അവൻ പ്രവർത്തിക്കും. അതുപോലെ തന്നെ ഇന്ന് പ്രേമക്കേസിൽ പോകുന്ന മക്കളെ കുറിച്ച് മാതാപിതാക്കളോട് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ പ്രേമിച്ചിട്ടില്ല, പ്രേമിക്കാൻ അറിയത്തില്ല, ഞങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു ചിന്തയില്ലായിരുന്നു ബ്രദറെ. ഇവർക്ക് ഇവിടുന്ന് കിട്ടിയത് തുണി ഉരിഞ്ഞിടുന്ന പോലെ ഒരുത്തിക്ക് പ്രേമം. അതായത് 1.5 മണിക്കൂർ 2 മണിക്കൂറൊക്കെ ഒരു പ്രേമം നിലനിൽക്കുന്നത്. 2 മണിക്കൂർ കഴിയുമ്പോഴത്തെ പ്രേമക്കാരൻ മാറി അടുത്ത പ്രേമമായി. ഇതെങ്ങനെയൊക്കെയാ പ്രേമം വന്നതെന്ന് അവളോട് ചോദിച്ചിട്ട് അറിയത്തില്ല. അവസാനം അമ്മയോട് സംസാരിക്കുമ്പോഴാണ് പറയുന്നത്, മാതാപിതാക്കൾ പറഞ്ഞുകൊണ്ടാണ് ഞാൻ കെട്ടിയത്, ഇഷ്ടമുണ്ടായിട്ട് കെട്ടിയതല്ല, മനസ്സോട് കെട്ടിയതല്ല. അമ്മ മാതാപിതാക്കൾ പറഞ്ഞു, അതുകൊണ്ട് ഞാൻ കെട്ടി. എനിക്ക് മനസ്സുകൊണ്ട് ഇപ്പോഴും ഭർത്താവിനെ അംഗീകരിക്കാൻ പറ്റിയിട്ടില്ല. ഈ ഭർത്താവിന്റെ കൂടെ വയറ്റിന്റെ പുറകിലിരുന്ന് എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോ പുള്ളിക്കാരി തിരിഞ്ഞു നോക്കിയിട്ട് വഴിയെ പോകുന്നവന്, വയറ്റിൽ പോകുന്നവനെയും വഴിയെ പോകുന്നതിനൊക്കെ നോക്കിയിട്ട് മനസ്സിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു, ഇയാളായിരുന്നേലും മതിയായിരുന്നു, ആ പോകുന്നവനായിരുന്നേലും മതിയായിരുന്നു. പലപ്പോഴും
വണ്ടി വഴിക്ക് നിർത്തിയിട്ട് ഭർത്താവ് അടിക്കുകയും ചെയ്തിട്ടുണ്ട്. അവസാനം ഉദരത്തിൽ നിന്ന് പുറത്തു വന്ന കൊച്ചു കാണുന്നവനെല്ലാം മതിയായിരുന്നു ഇരിച്ചത് ഇവളതങ്ങ് പ്രാവർത്തികമാക്കുക. 1 മണിക്കൂർ പറയണം. അത് കഴിയുമ്പോൾ അടുത്ത ആളിനെ വീണ്ടും പറയണം. അതുകൊണ്ട് മാതാപിതാക്കള് അനുഭവിക്കേണ്ട മക്കളെ ഏത് പ്രശ്നം, കാരണം ഇന്ന് നിങ്ങളുടെ മക്കളെ ഭക്ഷണം കഴിക്കുന്നില്ല നിങ്ങൾ പരാതി പറയുന്നെങ്കിൽ ഈ കുഞ്ഞുദരത്തിലായിരിക്കുമ്പോഴേ അയ്യോ എന്തൊരു ഛർദില് ഛർദിലിന്റെ ആവശ്യം വല്ലതും ഉണ്ടോ? പണ്ടുണ്ടായിരുന്ന അമ്മച്ചിമാര് എന്റെ ഇരിപ്പുണ്ട്. പണ്ടുണ്ടായിരുന്ന അമ്മച്ചിമാര് 25 പേര് വരും, ഒരു ഛർദിലും ഒരു വിഷമവും. ഈ ഗർഭിണിയാണെന്നുള്ളതിന്റെ ഒരു തുടക്കത്തിലൊരു ഓക്കാൻ അതേ ഉള്ളൂ, വേറൊന്നുമില്ല. ഇന്ന് കല്യാണമേ പ്രശ്നം, ഭർത്താവിനോടുള്ള പൊറുതിയെ അതിനേക്കാൾ വലിയ പ്രശ്നം. ജീവിതം ആകെപ്പാടെ പ്രശ്നങ്ങളായിക്കൊണ്ടാണ് ചെന്ന് ഗർഭം സ്വീകരിക്കുന്നത്. ഗർഭമായി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കഞ്ഞിവെള്ളത്തിന്റെ വാട കേട്ടാ ഛർദിൽ, കടുക് വറുക്കുന്ന മണം കേട്ടാ ഛർദിൽ, വേസ്റ്റിന്റെ മണം കേട്ടാ ഛർദിൽ, ഒരു സ്മെല്ലും പറ്റത്തില്ല, മൊത്തം ഛർദിൽ. ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞതാ, ഒരു ചേട്ടത്തി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എനിക്ക് ഛർദിച്ച് എണ്ണിക്കാൻ പറ്റിയ കിടക്കാൻ എപ്പം കണ്ട നേരം കിടപ്പ് പറഞ്ഞത് വെള്ളം പോലും കുടിക്കാൻ പറ്റുന്നില്ല, ഛർദിലാണ്. അവസാനം ആ പുള്ളിക്കാരിയുടെ ചേട്ടന്റെ ഭാര്യ ഒരു ദിവസം എന്തോ എതിർപ്പ് അങ്ങോട്ടുണ്ടായി നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് പുള്ളിക്കാരിയെ ഭയങ്കരോട് അങ്ങ് തെറി വിളിച്ചു. ഈ ഗർഭിണിയെ ആ 24 മണിക്കൂർ ഛർദിച്ചുകൊണ്ടിരിക്കുന്ന ഗർഭിണിയെ തെറി വിളിച്ചു കഴിഞ്ഞപ്പോ ആ നിമിഷം നിന്ന് ഛർദിച്ചു. അവിടെ പിന്നെ വിളിച്ചിട്ട് പറയുന്ന ആ തെരുവിളി കേട്ടതിന് പിന്നെ ഛർദിലില്ല പറഞ്ഞെ, പിന്നെ ഛർദിച്ചിട്ടേ ഇല്ല. അംഗീകരിക്കാൻ വയ്യാഴിക. എന്റെ ഉദരത്തിൽ തന്നിരിക്കുന്ന ദൈവമാണ് ഈ ജീവനെ തന്നിരിക്കുന്നതെന്നുള്ള ബോധ്യമില്ല. കണ്ട സീരിയലും സിനിമയും കഥയും കണ്ടകടച്ചാണ് എല്ലാം കയറ്റി വെച്ചിരിക്കുക ഹൃദയത്തിൽ. ഇതെല്ലാമാണ് തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നത്. കൊച്ചുങ്ങൾ പുറത്തു വരുമ്പോൾ അരി പൊരിയുന്നത് പൊരിയും അല്ലേ? എന്നിട്ട് പ്രാക്ക് കുരുത്തക്കേട് കാണിക്കാൻ തുടങ്ങുമ്പോ പ്രാക്ക്. നിങ്ങളുടെ കുരുത്തക്കേട് മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുമോ? ഗർഭിണിയായി കഴിയുമ്പോഴേ മാതാപിതാക്കൾ പറയുന്നത് അനുസരിക്കുക. അങ്ങന്മാരില് പിന്നെ ഇഞ്ചിലിന്റെ കുരങ്ങിന്റെ കൂടെ മോന്ത, പിന്നെ എണ്ണിക്കാനും വയ്യ, നടക്കാനും വയ്യ. എനിക്കിത് വന്നല്ലോ 2 ഛർദിൽ അടുപ്പിച്ച് ഛർദിച്ച് പോയി പിന്നെ ഭർത്താവിന് മനസ്സോട് തെറി വിളിച്ചോളൂ. ഇതൊക്കെ അനുഭവം. അതുകൊണ്ട് ഈ പിന്നെ നിങ്ങള് കല്യാണം കഴിച്ച് ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾക്ക് അര ബുദ്ധി, രണ്ടാമതുണ്ടാകുന്നതിന് 3/4 ബുദ്ധി, 1 ബുദ്ധി തികച്ചുണ്ടാകത്തില്ല. അപ്പൻ പറഞ്ഞു കെട്ടി, അമ്മ പറഞ്ഞു കെട്ടി. കേട്ടോ? ഹല്ലേലൂയ. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഉള്ള കാര്യമാണോ? ആണോ? ആന്തരികമായിട്ടുള്ള മുറിവുകൾ ഏറ്റുപിടിച്ചുകൊണ്ടാണ് 100% പിള്ളേരും പുറത്തു വരുന്നത്. അവരിലുണ്ടായിരിക്കുന്ന ഇന്നിപ്പോഴ് ക്രിമിനൽ പശ്ചാത്തലം എവിടുന്ന് വരുന്നു, എങ്ങനെ വരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആളന്മാർ അള്ളിപ്പറിച്ച് നടക്കുക. ക്രിമിനൽ പശ്ചാത്തലം വേറെ ഒന്നും വരുന്നതല്ല, അമ്മയുടെ ഉദരത്തിൽ നിന്ന് വരുന്നത്. അമ്മയുടെ ഉദരത്തിൽ നിന്നായത് വരുന്ന പുറത്തോട്ടിറങ്ങി വരുന്നേ. ഇവിടെ അടുത്ത് ഒരു പ്രശ്നമുണ്ടായിരുന്നു. ഒരു കോളേജിലെ പ്രൊഫസറുടെ മോൻ ഒരു നാടൻ ബോംബ് ഉണ്ടാക്കിക്കൊണ്ടുവന്ന് ബാങ്കിൽ കൊണ്ടുവന്ന് എറിഞ്ഞു. എന്നിട്ട് സിനിമാ സ്റ്റൈൽ അയാള് ബൈക്കേ പോയി. പിറ്റേ ദിവസത്തെ പത്രങ്ങൾക്കകത്ത് അമ്മ മോനെ പിടിച്ച് പോലീസിന് ഹാൻഡ് ഓവർ ചെയ്ത് ഗർഭിണിയായിട്ട് പൊക്കണം എടുത്ത് തോളെ തൂക്കിക്കൊണ്ട് പഠിപ്പിക്കാനോ ജോലിക്കോ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിത്തിരിക്കുമ്പം ഓർക്കണം, ഈ ഉദരത്തിൽ നിന്ന് പുറത്തിറങ്ങി വരുന്നത് ഇതേപോലുള്ള വേണ്ടാതീനം എല്ലാം കാണിക്കും. എല്ലാവിധ പ്രശ്നങ്ങൾക്കും അവര് കാരണമായിട്ട് തീരും. ഇവരെ ആരെങ്കിലും അംഗീകരിച്ചാൽ മതി. ആ മോഷ്ടിക്കാനല്ല പണയം ചെയ്തത്. ആരെങ്കിലും അവനെ ഒന്ന് അംഗീകരിച്ചാൽ മതി. ആരാ അംഗീകരിക്കാനുള്ളത്? കാശുണ്ടാക്കാൻ നടക്കുക,
കൊച്ചുങ്ങൾക്ക് ജന്മം കൊടുത്തിട്ട് കുഞ്ഞുങ്ങളെ പ്രസവിച്ച് ആരെങ്കിലും ഏൽപ്പിച്ചിട്ട് ജോലി ഉണ്ടാക്കി കാശുണ്ടാക്കാനായിട്ട് അവര് തലതിരിഞ്ഞ് ഏതെല്ലാം രീതിയിലുള്ള നാശങ്ങളാണ് ചെയ്യുന്നത്. 10 രൂപയ്ക്കോ 100 രൂപയ്ക്കോ കൂലിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ കുഞ്ഞുങ്ങളെ നോക്കാനായിട്ട് തയ്യാറാകുന്നവര് നിങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവിടെ കൊടുക്കുന്നത്. 10, 50, 100 കുഞ്ഞുങ്ങളെ അവര് നോക്കും. എങ്ങനെയാ അവര് നോക്കുന്നേ? അതിന്റെ വായി പൊയിലപ്പൊടി കലക്കി പാലിനകത്ത് ഒഴിച്ച് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് തിരിച്ച് മറുപടി പറയാൻ അറിയാൻ വേണ്ടി വലിച്ചു കുടിച്ചോണ്ട് അവിടെ കിടക്കും. അത് ആർക്കും വലിയ തലവേദനയില്ലേ? നിങ്ങളുടെ കുഞ്ഞുങ്ങളെ വൈകിട്ട് വന്ന് പഴം പോലെ മുക്കിയിട്ട് തോള വെച്ചിട്ട് പോകുന്നത്. നല്ല സ്ഥലം, ഒരു കുഴപ്പവും ഇല്ല. കൊച്ചുങ്ങളെ കൊണ്ട് ഏൽപ്പിക്കാൻ പറ്റിയ ഇടവ, ഒരു വഴക്കുമില്ല. കുഞ്ഞുങ്ങളെ കൊണ്ട് ഇത് കിടത്തിയാല് ആ 9 മണി 10 മണിയാകുമ്പോഴേ അത് ഉണങ്ങത്തുള്ളൂ. ഇതിന്റെ കെട്ടിവിടുണ്ടായേ ഇവിടെ 1, 2 കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് നോക്കാനായിട്ട് പറ്റുന്നില്ല എങ്കിൽ ഇതേപോലെ നോക്കാനായിട്ട് ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥലത്ത് എന്ത് വിശ്വസിച്ചാണ് നിങ്ങളുകൊണ്ട് ഏൽപ്പിക്കുന്നത്? അമ്മയുടെ പാല് കുടിക്കുക എന്ന് പറയുന്നത് നിസ്സാരമല്ലത്. ഞങ്ങള് ഇവിടുന്ന് പ്രാർത്ഥനയ്ക്ക് ചെന്നപ്പോഴ് ആ വീട്ടിലുള്ള ഒരു 80 വയസ്സുകാരി അമ്മച്ചി ഏതാണ്ട് പ്രസവിച്ചിട്ട് 1 മാസം മാത്രം 30 ദിവസം പ്രായമായ കുഞ്ഞിന്റെ ഈ അമ്മച്ചിയുടെ മുരയെടുത്ത് വെച്ചു കൊടുത്തിരിക്കുക. 80 വയസ്സുകാരി കൊച്ചിനെ പ്രസവിച്ച് കൊടുത്തയച്ച് അമ്മയപ്പനും കൂടെ ഡൽഹി ജോലിക്ക് പോയത്. ഞാൻ അവരോട് ചോദിച്ച്, ഈ കൊച്ചൊക്കെ വളർന്ന് പുറത്ത് വന്നു കഴിഞ്ഞു കഴിഞ്ഞാല് എത്ര എണ്ണത്തിന്റെ തല വെട്ടും, എത്ര എണ്ണത്തിന്റെ വെള്ളി വെട്ടിക്കളയും, കുത്തിക്കൊല്ലും ഇവനൊക്കെ? മുലപ്പാലിൽ പോലും നീ ഈ ക്രൂരതയല്ലേ ചെയ്യുന്നത്? ആണോ? അപ്പൊ പിന്നെ കൊട്ടേഷൻ സംഘമൊക്കെ എവിടുന്ന ഉണ്ടാകുന്നത്? ഇത് പറയുന്നല്ലോ കൊട്ടേഷൻ സംഘം ഉണ്ടാകുന്ന 20 വയസ്സ് 15 വയസ്സ് 18 വയസ്സ് ഈ ക്രിമിനൽ ചിന്താഗതി എവിടുന്നാ വരുന്നത്? കാശുണ്ടാക്കാൻ പോകുമ്പോൾ ഓർക്കണം, നീ പുറത്തോട്ട് ഇറക്കിവിടുന്ന മക്കള് ഇതേപോലുള്ള നാശത്തിന് കാരണമായിട്ടാണ് അവര് വരുന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാശൊന്നിനും പരിഹാരമായില്ല. നിങ്ങൾ ഉണ്ടാക്കിയ കോടികൾ കൊടുത്ത് ഇതേപോലുള്ള പ്രശ്നത്തിൽ നിന്ന് പരിഹാരം തരാൻ പോയാല് ഒരിക്കലും അതിന് പരിഹാരം ഉണ്ടാകില്ല. നിങ്ങളെ പത്രങ്ങൾ വായിക്കുമ്പോഴും TV ന്യൂസ് കാണുമ്പോഴും ഒക്കെ 18, 17, 20 വയസ്സൊക്കെയുള്ള പിള്ളേര് കൊട്ടേഷൻ സംഘത്തിലും അവിടെ ഇവിടെയൊക്കെ പോകുന്നു. അടിപൊളി ജീവിതം നയിക്കാനായിട്ട് പോകുന്നതാ, ആരെങ്കിലും അംഗീകരിക്കാനായിട്ട് പോകുന്നതാണ്. ഇന്ന് ഏറ്റവും കൂടുതൽ ആക്സിഡന്റിലാണ് പിള്ളേർ ചെറുപ്പക്കാർ മരിക്കുന്നത്. അവര് പറയുന്നത് മറ്റുള്ളവർ ഞങ്ങളെ ഒന്ന് അംഗീകരിക്കാനായിട്ടാണ് ഓവർ സ്പീഡിൽ പോകുന്നത്. ഇവൻ പോയി ചിരിച്ചവറി പോകാൻ പോവാണെന്ന് അറിയത്തില്ല. അവൻ പറയുന്നത് മറ്റുള്ളവരുടെ മുമ്പിലൊന്ന് ബലസാൻ, മറ്റുള്ളവരെ കാണിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ പോകുന്നത്. അമ്മയുടെ തലോടലും ചുംബനവും പാല് കൊടുപ്പും ഒക്കെയാണ് ഈ അടിസ്ഥാനമായിട്ട് മാറുന്നത്. അതിനുള്ള സമയമൊന്നും ഇന്നത്തെ അമ്മമാർക്കില്ല, അതിനുള്ള നേരവും സമയമൊന്നും ഇല്ല. ജോലി എന്ന് പറഞ്ഞിട്ട് പോയിട്ട് മക്കളെ ഏതെങ്കിലും, ഇവിടെ ഒരു കുടുംബം ഇവിടെ വന്നായിരുന്നു, പ്രസവിച്ചിട്ട് 20 ദിവസമായുള്ളൂ. അമ്മ ഗൾഫിൽ ജോലിക്ക് പോവുക. അവിടെ വന്നപ്പോ ഞാൻ പറഞ്ഞു, മോളെ നീ ഈ കുടുംബം വഴിയോടെ പോകരുത്, നീ തിരിച്ചു വരുമ്പോൾ നിന്റെ കുടുംബം നശിക്കും. അവള് കേട്ടില്ല, അവള് പോയി ഗൾഫിൽ പോയി കാശുണ്ടാക്കാൻ. പോയിട്ട് 2 വർഷം കഴിഞ്ഞപ്പോ തിരിച്ചു വന്നു. ഒരു ദിവസം രാത്രി 12 മണിയായപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ ചാകാൻ പോവുക. ഞാൻ പറയാം പെട്ടെന്ന് ചാകും. ഞാൻ ചാകാൻ പോവാന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു. ഞാൻ പറയാം പെട്ടെന്ന് ചാകും. എന്തിനാ അവിടെ ചാകാൻ ഇരിക്കുന്നത്? അവളെപ്പോ വീട്ടിൽ വന്ന് നോക്കിയാലും അവളുടെ ഭർത്താവിന്റെ വലതുവശത്ത് ഇടതുവശത്ത് 2 പെൺപിള്ളേർ എപ്പോഴും ഉണ്ട്. ഇന്ന് കാണുന്നവരെ അല്ല നാളെ കാണും. ഇടതുവശത്തും വലതുവശത്തും 2 പെൺപിള്ളേരുണ്ട്. ആവശ്യപ്പെട്ട മദ്യപാനം. ആരാ ഇതിനെ വഴിയൊരുക്കിയേ? അവള് തന്നെ വിട്ടുകൊടുത്തിട്ട് പോയി, എനിക്ക് ഇഷ്ടമുള്ളിടത്ത് പോകും. കല്യാണം കഴിഞ്ഞതിന് ശേഷം ജോലി തപ്പിപ്പോയതാ. 90% നിങ്ങൾക്ക് ഒരുപാട് ഉപാധികൾ പറയാനുണ്ട്. കടവുണ്ട്, അങ്ങനെ പോയി ഇങ്ങനെ പോയി എന്ന് പറയണൊക്കെ. ഇന്ന് ചെല്ലുന്ന സ്ഥലത്തെല്ലാം പീഡന കേസിന്റെ ബഹളമാണ്. ഏത് ഓഫീസിൽ ചെന്നാലും പീഡനം, എവിടെ ചെന്നാലും പീഡനം. അതായത് എങ്ങോട്ടായി ചെല്ലുന്നത്?
ഏതം തോട്ടത്തില് വെറുതെ നോക്കിയിരുന്നത് ആദാപ്പറ്റ് അല്ലേ? ആദാപ്പറ്റും പെരക്കഴിഞ്ഞാല് അവിടെ നോക്കിയിരുന്നത് അവ്വാപ്പറ്റി കണ്ണട നീരെല്ലാം കയറി ഞരങ്ങി കൈ കിട്ടിയതും കൊണ്ട് അവന്റെ വായി പിടിച്ച് വെച്ചു കൊടുത്തു പോകും. എന്നിട്ട് ഇന്നിപ്പോഴേ പറയുന്ന അവിടെ നോട്ടം കണ്ടില്ലേ? എന്തൊരു നോട്ടമാ! എവിടെ തുടങ്ങിയ നോട്ടമായത്? ഇവിടുന്ന് ഈ നോട്ടം തുടങ്ങി ഏതം തോട്ടത്തിൽ നിന്ന് തുടങ്ങിയ നോട്ടമായത്. ഈ നോക്കിയിരിക്കുന്നവരുടെ മുമ്പിലോട്ടില്ലേ നിങ്ങൾ വിശദീകരിച്ച് കൊടുക്കുന്നത്? എന്നിട്ട് പീഡിപ്പിച്ച് ആരാ കാരണക്കാര്? എന്നിട്ട് ഇന്ന് പറയാറുണ്ട്, കൊച്ചു കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നില്ലയോ? പണ്ട് മാറ് മറയ്ക്കാനായിട്ട് സമരം ചെയ്ത് ഒരുപാട് സത്യാഗ്രഹ സമരം എല്ലാം ചെയ്തൊക്കെ ആയിരുന്നു മാറ് മറയ്ക്കാനുള്ള അനുമതി കിട്ടിയത്. ഇന്ന് എങ്ങനെയെങ്കിലും കാണിക്കാനായിട്ട് തയ്യാറായി നടക്കുന്നു. എവിടെയെങ്കിലും ഇച്ചിരി കാണിക്കാം, എവിടെയെങ്കിലും ഒന്ന് കണ്ടില്ലെങ്കിൽ എനിക്കൊക്കത്തില്ല. അതുകൊണ്ട് അവിടെ കീറി ഇവിടെ കീറി അപ്പുറം കീറി എന്നിട്ട് ഏതെല്ലാം രീതി ഒരുത്തി ഇവിടെ വന്ന് ഒരു ജീവി അവതാരിക ഇവിടെ അന്തിരിക്കാൻ വന്ന് നിന്നിട്ട് ഇരിക്കാൻ പറ്റുന്നില്ല, നിൽക്കാൻ പറ്റുന്നില്ല, കുടിക്കാൻ പറ്റുന്നില്ല. ഇരുന്ന് കഴിയുമ്പോൾ ഇവിടെ എല്ലാം മേലോട്ട് കയറുന്നു, നിന്ന് കഴിയുമ്പോൾ ഇതെല്ലാം അവിടെ മേലോട്ട് വന്ന് കയറുന്നു. ഇത്രയേ ഉള്ളൂ സാധനം എല്ലാം അവിടെ എവിടെയെങ്കിലും പറ്റാത്ത രീതിയിൽ ഒപ്പിച്ച് വെച്ചിരിക്കുക. എന്നിട്ട് വന്നിട്ട് ഞാൻ പറഞ്ഞു, മോളെ നീ പാടുപെടണം, നീ പോ, ഇവിടെ ഇരിക്കണം, നീ പൊയ്ക്കോ. മാറ് മറയ്ക്കാനായിട്ട് സമരം ചെയ്തതിനുള്ള അനുമതി നേടിയെങ്കിൽ ഇന്ന് മാറ് കാണിക്കാനായിട്ട് തയ്യാറായി ഒരുങ്ങി കിടക്കുന്ന അവസ്ഥ. ഏതെല്ലാം രീതിയിലുള്ള ക്രൂരതകൾ ചെയ്യുന്നത്. പെമ്മക്കളെ, പ്രായമായ പെമ്മക്കളെ ജീൻസ് പാന്റും ടീഷർട്ട് വിടിയിച്ച് പുറത്തു വിടുമ്പോഴേ നിങ്ങൾ അറിയുന്നില്ല ഇത് കാണുന്നവരെല്ലാവരും ഒന്ന് പിടിച്ചിരിക്കാൻ കഴിവുള്ളവരല്ലെന്ന്. അതായത് ഒരു സ്ത്രീയുടെ യഥാർത്ഥ നഗ്നതയാണ് കാണിച്ചുകൊണ്ട് അവള് പുറത്തു പോകുന്നത്. ഒരു ചെറിയ മറ മാത്രമേ അതിനുള്ളൂ. കണ്ണാടിയുടെ മുമ്പിൽ ഈ ഡ്രസ്സും ധരിച്ചുകൊണ്ട് നിങ്ങളത് ചെന്ന് നിന്ന് നോക്ക്, എന്തോ അവിടെ കാണാൻ പറ്റുന്നെന്നുള്ളത്. പിന്നെ നോക്കി നിൽക്കുന്ന പുരുഷന് എവിടുന്നാണ് അംഗീകരിക്കാൻ പറ്റുന്നത്? പിന്നെ പ്രായപൂർത്തിയാളുടെ അയാളെ അടുത്ത് ചെല്ലുന്ന സമയത്ത് അവിടെ പ്രതികരിക്കുന്നതുകൊണ്ടാണ് കുഞ്ഞുങ്ങളെ പോയിക്കൊണ്ട് പോകുന്നത്. അത് പ്രതികരിക്കത്തില്ലല്ലോ. ആരാ ഉത്തരവാദി ഇതിന്? എന്നിട്ട് പറയുന്നത് എന്ത് തുണി കൊടുത്ത് കാണിച്ചിട്ട് കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്നത്? ആരാ ഉത്തരവാദികള്? കുഞ്ഞുങ്ങളെ കൊണ്ട് അവർ വേറെ വല്ലതും ചെയ്യുന്നത്. ഒരുപാട് സമയം അതിക്രമിച്ചു കഴിഞ്ഞിരിക്കുക. മാറ്റം വരേണ്ട അമ്മമാര് തന്നെ കൊള്ളാം, കുഴപ്പമില്ല. ഏതെങ്കിലും വിവരമില്ലാത്ത ആളന്മാരിരിക്കാൻ ചെന്നിരുന്നിട്ട് അങ്ങനെയും ചെയ്ത് ഇങ്ങനെയും ചെയ്തിട്ട് ഇതാ നല്ലത്, ഒരു കുഴപ്പവുമില്ല. വളരെ ഈ സിനിമയ്ക്കകത്ത് കാണുന്ന ആളന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത്രയും പിന്നെ ഉഷ്ണമുള്ള ആൾക്കാരുണ്ട്. പെണ്ണുങ്ങൾക്ക് ഉഷ്ണത്തോട് ഇഷ്ടം എപ്പ കണ്ടത് വരും. കാരണം അവർക്ക് കൊഴുത്തുണി കൊടുക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് സ്ത്രീകളായിരിക്കുന്ന നിങ്ങളൊക്കെ തന്നെയാണ് ലോകം നശിപ്പിക്കാനായിട്ട് കാണുന്നവർ മാറുന്നത്. വേറെ ആരുമല്ല. നിങ്ങളോരോരുത്തരും മാറ്റത്തിൽ വരുമ്പോഴ് ഇപ്പോഴുള്ള പെണ്ണുങ്ങളെല്ലാം കരോട്ടാ പഠിപ്പിക്കുന്നു അല്ലേ? ഏതെങ്കിലും പാവപ്പെട്ട പെൺപിള്ളേര് പോകുമ്പോഴ് ഈ മുളക് പൊടിക്കകത്ത് എന്തൊരു കരവിട്ട് നടക്കൂ? മുളക് പൊടി മണ്ണിനകത്ത് കുഴച്ച് വലിയ കരവിട്ടുകാരുടെ മുഖത്തോടിട്ട് കഴിഞ്ഞാൽ അതോട് തീർന്ന വകുപ്പെല്ലാം അവിടെ ഒതുങ്ങി. കണ്ണ തുറന്നിട്ടുണ്ടല്ലോ കരവിട്ട കാണിച്ച്. കേട്ടായേ, ഈ വകുപ്പ് ആരെങ്കിലും പറഞ്ഞു തരുന്നുണ്ടോ? ഇങ്ങനെ വകുപ്പ് വരുമെന്ന് പറഞ്ഞു തരുന്ന ആരേലും? സ്വയരക്ഷയ്ക്ക് കരവട്ട പഠിക്കുക. അതുകൊണ്ട് സ്കൂളുകളിലെല്ലാം കരവട്ട, മൊത്തം കരവട്ട് പഠിക്കുക. ഇതൊക്കെ ഏറ്റവും വലിയ തെറ്റാണിത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു പുരുഷനെ ശാസിച്ചു നിർത്താനുള്ള പൂർണ്ണ ശക്തി നേടിയോടാണ് സ്ത്രീ. മാറി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ആ ഏരിയയിൽ അടുക്കത്തില്ല, വരുത്തില്ല, വരാൻ തയ്യാറാകത്തില്ല. കാരണം ഭർത്താവിനെ പ്രസവിക്കുന്നവള് സ്ത്രീയാണ്, അപ്പനെ പ്രസവിക്കുന്നവള് സ്ത്രീയാണ്, മകനെ പ്രസവിച്ചുള്ള സ്ത്രീയാണ്, സകലത്തിന്റെ മേൽ അധികാരമുള്ളവളാണ് അവള്. അപ്പോഴേ അവള് മാറി നിൽക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറി നിൽക്കുക മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വേറെ ഒരു വകുപ്പും പറ്റത്തില്ല. അതിന് കരവട്ടും വേറെ പാട്ടും ഒക്കെ എന്താ പഠിക്കാന്? ധൈര്യപൂർവ്വം പറയേണ്ട കാര്യങ്ങള് പറയാനായിട്ട് തയ്യാറാകണം. അതല്ലാതെ
ഈ കരോട്ടൊക്കെ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കൂടുതൽ പ്രശ്നമാകത്തുള്ളൂ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലാത്ത അഹങ്കാരം എവിടുന്നെങ്കിലും ചാടി വരും. ഞാൻ അനുഭവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാവുന്നൊരു തോന്നലുണ്ടെങ്കിൽ ഒരു മനുഷ്യനെ കൂട്ടത്തില്ല, ഒരുവരെ അനുസരിക്കാൻ തയ്യാറാകത്തില്ല, രണ്ടുപേരെ അടിച്ചു കളയാണ്ട് പറ്റും എന്നുള്ള തോന്നൽ വന്നാൽ പിന്നെ കരോട്ട എന്ന് പറയുന്ന സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേസമയം നിലനിൽക്കത്തില്ല. നല്ല രീതിയിലുള്ള കളരി അറിയാവുന്ന രീതിക്ക് കരോട്ടെ കൊണ്ട് ചെന്ന ഏത് നിമിഷം ഒരു കാരണം മറിച്ച് താഴെ പോകും. പിന്നെ ഇതുപോലെ മുളക് പൊടി മണ്ണിനകത്ത് പെരട്ടിയെടുത്ത് എടുത്തു കഴിഞ്ഞാൽ കരോട്ടൊക്കെ അപ്പോഴേ പോയി. അതുകൊണ്ട് നിങ്ങൾ ഈ പാഴ് പഠിക്കുന്ന ഇപ്പൊ വല്യമ്മമാര് ഇറങ്ങിയിരിക്കുക, 10-90 വയസ്സുള്ളവർ ഇറങ്ങിയിരിക്കുക. ഞങ്ങളുടെ പിന്നെ രക്ഷ വേണ്ടായോ, ഞങ്ങൾ കരോട്ട പഠിക്കാൻ പോയിരിക്കുക. ഓടാനും വയ്യ, ചാടാനും വയ്യ, ഒന്നും വയ്യ, കിടന്നങ്ങ് അണച്ചുവിടുക. കൊച്ചു പെൺപിള്ളേർ ഓടുകയും ചാടുകയും ചെയ്തിട്ട് പറയുന്നത് അവരും ഓടുക, എന്നിട്ട് കിടന്ന് അണച്ചുവിടുക. അവർ പറയുന്നത് വയ്യ, ഇതൊക്കെ പ്രായമായില്ല, എന്നാലും ഇവിടെ നിലനിൽക്കണ്ടായോ. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പുറത്തോട്ടിറങ്ങാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വരാൻ കാരണം വേറെ ആരുമല്ല, അവരവര് തന്നെ. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുരുഷന്മാർ റോഡിലൂടെ തുണിയില്ലാതെ പോയാലും യാതൊരു പ്രശ്നം, എന്തൊരു പ്രശ്നം വല്ലതും ഉണ്ടോ സ്ത്രീകൾക്ക്? നേരെ മറിച്ചൊരു സ്ത്രീയോ എന്തെങ്കിലും ഒരു നഗ്നത കാണിച്ചിട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആകെ പ്രശ്നത്തിന്റെ പുറത്ത് പ്രശ്നമാണ്. അപ്പൊ സൂക്ഷിക്കേണ്ടതായത് കൊച്ചു പെൺപിള്ളേർക്ക് അവർക്ക് യോജിക്കുന്ന രീതിയിലുള്ള ഉടുപ്പന്തെങ്കിലൊക്കെ ഇടിച്ചു കൊടുത്താൽ വേണ്ടത്. സുഭാഷ് ചന്ദ്ര പുസ്തകത്തിൽ പറയുന്നുണ്ട്, ഒരിക്കലും പുരുഷന്റെ ഡ്രസ് സ്ത്രീ ധരിക്കരുത്, സ്ത്രീ സ്വീകരിക്കരുത്. കാരണം പുരുഷന്റെ ശരീരപ്രകൃതമല്ല സ്ത്രീയുടെ ശരീരപ്രകൃതം. പെൺപിള്ളേരെ ജീൻസ് പാൻറ്റും അതെല്ലാം ഇടിയിട്ട് വാറിപ്പറക്കുന്ന മുടിയൊക്കെ ആയിട്ട് പറഞ്ഞ് റോഡി വിട്ടേച്ച് പീഡിപ്പിക്കപ്പെടുമ്പം മാറി കുത്തിയിരുന്ന് കരഞ്ഞോളുക. അവരെ പോലീസ് അറസ്റ്റ് ചെയ്തില്ല, അവരെ പിടിച്ചില്ല, അങ്ങനെ ചെയ്തില്ല, ഇങ്ങനെ ചെയ്തില്ലെന്ന് പറയുന്നു. അതുകൊണ്ട് നമ്മള് ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാലഘട്ടങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. പ്രാർത്ഥനയുണ്ടെങ്കിൽ ഏത് കാര്യത്തിനും നിയന്ത്രിക്കാനായിട്ട് പറ്റും. കൊച്ചു പെൺപിള്ളേരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചാല് സത്യവും നീതിയും പഠിപ്പിച്ചു കൊടുത്താൽ അവർക്കറിയാം എന്ത് ചെയ്യണം എന്ത് ചെയ്യരുതെന്ന് അവർക്കറിയാൻ സാധിക്കും. നേരെ മറിച്ച് നിങ്ങൾ പഠിപ്പീരെന്ന് പറയാണ്ട് പറഞ്ഞു വിട്ടാല് അവര് പഠിക്കാൻ പോകുന്ന അവസാനം എല്ലാം വേണ്ടാത്ത എല്ലാ പ്രവൃത്തികളിലും പോയി അവർ വിട്ടുപോകും. മാതാപിതാക്കളാണ് തെറ്റെന്താണെന്നും ശരിയെന്താണെന്നും പറഞ്ഞു കൊടുക്കേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നിമിഷം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം. നമുക്ക് ചിന്തിക്കാൻ, ദൈവമേ, ഈ ലോകത്ത് ദൈവം ഈശോ തന്നെ ഈ ഭൂമിയിൽ വന്നിട്ട് പിശാചിന്റെ ക്രൂരത അഖിലാണ്ടവും സൃഷ്ടിച്ചവനെ നഗ്നനാക്കിയാണ് കുരിശിൽ. ലോകത്തിന്റെ അധിപനായ ദൈവത്തെ നഗ്നനാക്കി കുരിശിൽ പിശാചിന്റെ ക്രൂരത. അങ്ങനെയാണെങ്കിൽ പിശാചിനോട് കൂട്ടിച്ചേർന്നാല് ആ പിശാച് എത്രമാത്രം നമ്മളെ എടുത്തിട്ട് നശിപ്പിക്കും, എത്രമാത്രം പിശാച് നമ്മളെ നശിപ്പിച്ചു എടുത്തിട്ട്. നമുക്ക് ദൈവസന്നദ്ധിയില് മാപ്പി ചോദിക്കാം. നടക്കൂന്നൊക്കെ ജീവിതം നയിക്കേണ്ടതിന് പകരം മറ്റുള്ളവരെ കാണിക്കാനെന്ന് പറയുന്നത്, മറ്റുള്ളവരെ നോക്കാൻ, മറ്റുള്ളവരെ അംഗീകരിക്കാൻ നമ്മൾ വേണ്ടാത്ത പ്രവൃത്തികളെല്ലാം കാണിച്ചുകൊണ്ട് പോയി, ഒരുപാട് ഭാഷണൊക്കെ കാണിച്ചുകൊണ്ട് പോയി, ഒരുപാട് പേർ ഉതപ്പിന് കാരണമായി. ഈശോ പറയുന്നുണ്ട്, ഈ ഒരുവിന് ഉതപ്പിന് കാരണമാകുവാണെങ്കിൽ എന്റെ കഴുത്തെ തിരികേണ്ടി കെട്ടി കടലിൽ ചാടുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കഴുത്തെ തിരികേണ്ടി കെട്ടുന്നത് ഏത് സംഭ്രമം ഉണ്ടായാലും പൊങ്ങി വരാതിരിക്കാനായിട്ടാണ്. മറ്റുള്ളവർക്ക് നീ ഉറപ്പിന് കാരണമാകുന്നത് നിന്റെ ശരീരങ്ങൾ കാണിച്ചുകൊണ്ട്, നിന്റെ ശരീര അവയവങ്ങൾ കാണിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് ഉറപ്പിന് കാരണമായാൽ അത് ഒരുപാട് വേദനയിലേക്കാണ് മാറുന്നത്. പിന്നെ വൃദ്ധകളുടെ ഇടയിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ കർത്താവ് പറയുന്നുണ്ട്. ഇതാ മരണം നിങ്ങളെ വേർപെടുത്തുന്നിടം വരെ നിങ്ങൾ ഒന്നാണ്, നിങ്ങൾ ഒരു ശരീരം ഒരാത്മാവാണ്. എന്നാല് 1-2 മക്കളൊക്കെ ഉണ്ടായി കഴിയുമ്പോ പ്രായമായി, ഒരുപാട് വയസ്സായി, ഇനി ഞങ്ങൾ വേറെയാ, വല്യപ്പനായി വല്യമ്മയായെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മാറി നിൽക്കുമ്പോൾ അവരുടെ ആഗ്രഹങ്ങൾ പ്രകടിപ്പിക്കുന്നത് മറ്റുള്ള സ്ത്രീകളുടെ മുമ്പിൽ. വൃദ്ധന്മാര് മറ്റുള്ളവരെയാണ് സമീപിക്കുന്നത്, അത് അവർക്ക് ഉപദ്രവമായിട്ട് തീരുന്നു.
ഇതെല്ലാം എന്റെ തന്നെ കുറ്റമാണ്. എന്റെ അവകാശങ്ങൾ ഞാൻ നിഷേധിക്കുന്നു. ആ മനുഷ്യന്റെ അവകാശം നിഷേധിച്ചാണ് ഇങ്ങനെയൊക്കെയുള്ള കാരണങ്ങളാകാൻ ഉത്തരവാദി ഞാൻ തന്നെയാണ്. അതുകൊണ്ട് ദൈവമേ, വന്നുപോയ എല്ലാ അവസ്ഥയോടും ക്ഷമ ചോദിക്കാം. മക്കളെ മറ്റുള്ളവരെ അംഗീകരിക്കാനും സ്വീകരിക്കാനും ഒക്കെ വേണ്ടിയിട്ട് നഗ്നരായിട്ട് അവരെ ഒരുക്കി വിട്ടിട്ടുള്ള സമയങ്ങൾ മറ്റുള്ളവരുടെ മുന്നിലോട്ടൊക്കെ ഇറക്കി വിടുമ്പോഴും ഒരു കുറ്റബോധം തോന്നാതെ പോകുന്ന അവസ്ഥ. എത്ര പേര് നാശത്തിലേക്ക് വഴി നടത്തിക്കൊണ്ടാണ് ഞാൻ ഒരു ദിവസം നേരമെടുത്ത് വഹിക്കുന്നത്. എത്രയോ ആൾക്കാരെ ഞാൻ നാശത്തിന്റെ വഴിയിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഞാൻ തന്നെ ഇല്ലയോ പിശാചിന് കൂട്ടായി ചേർന്നുകൊണ്ടിരിക്കുന്നത്? ആരെയാണ് കുറ്റം പറയുന്നത്? ഞാൻ എന്നെ തന്നെ അല്ലയോ കുറ്റം പിടിക്കേണ്ടത്? ദൈവമേ, ഒരു നിമിഷം കൊണ്ട് ഉണ്ടാകുന്ന തോന്നൽ കൊണ്ട് സംഭവിച്ചു പോകുന്നതാണ്. ജയിലിലൊക്കെ കിടക്കുന്ന ആൾക്കാർ 90% കണ്ണുനീരോടുകൂടിയാണ് അവർ ഏറ്റു പറയുന്നത്. ആ ഒരു നിമിഷം എന്നിൽ നിന്ന് കടന്നു പോയിരുന്നെങ്കിൽ ഇങ്ങനൊരു അവസ്ഥ എന്റെ ജീവിതത്തിൽ സംഭവിക്കുകയില്ലായിരുന്നു. ഒരു ദുർലഭ നിമിഷം കൊണ്ട് സംഭവിച്ചു പോകുന്ന അവസ്ഥകൾ. ഇതെല്ലാം ഞാൻ തന്നെയാണ് കാരണക്കാരി. ദൈവമേ, എന്നോട് ക്ഷമിക്കണമേ നമുക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാം. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, 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 യേശുവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എനിക്ക് ഒരു പേര് കൂടെ ദൈവം തന്നിട്ടുണ്ട്. എന്താണെന്നറിയാമോ? സ്ത്രീയുടെ പേര്, മറ്റൊരു പേര്. സ്ത്രീക്ക് വേറൊരു പേര് തന്നിട്ടുണ്ട് ദൈവം. എന്താണ് ആ പേര്? നാരി. അതുകൊണ്ടായി കുഴപ്പമില്ല. സ്ത്രീ രത്നമെന്നാണ് വൃന്ദാവനന്റെ ദൈവം. സ്ത്രീ രത്നം. സ്ത്രീ എന്ന് പറയുന്നത് വിലപിടിപ്പുള്ള രത്നമാണ്. ആ രത്നം എപ്പോഴും പൊതിഞ്ഞ് സൂക്ഷിക്കണമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ആ പഴയ നിയമം പൂർണ്ണമായിട്ട് വിശ്വസിച്ച് മുന്നോട്ട് പോകുന്നവരായതുകൊണ്ടാണ് മുസ്ലിങ്ങളുടെ വസ്ത്രധാരണം നിങ്ങൾ നോക്കേണ്ടത്. സാധാരണ ആൾക്കാരുടെ വസ്ത്രധാരണം പോലെ അല്ല മുസ്ലിങ്ങൾ. അപ്പൊ സ്ത്രീ രത്നമാണെങ്കിൽ വെറുതെ അത് വഴിയിലും അവിടെ എവിടെയൊക്കെ എടുത്തിടാനുള്ളതല്ല. അത് വളരെ സേഫ്റ്റിയോടുകൂടി സൂക്ഷിക്കേണ്ടത്. അതുകൊണ്ട് നിങ്ങൾ അതിന് പ്രാധാന്യം കൊടുക്കാതെ വരുന്നതുകൊണ്ടാണ് ഈ കുഴപ്പങ്ങളും നാശങ്ങളും എല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരുന്നുകൾക്കൊക്കെ എങ്ങോട്ടാണ് വീഴുന്നത്? അവനവന്റെ തന്നെ മുഖത്ത് വീഴും. നമ്മൾ ചെയ്യുന്ന തെറ്റ്. അപ്പൊ നിങ്ങളാ വിലക്കേണ്ടത്. ഇല്ലേ? ജീൻസ് പാൻറ്റോ തുണിയോ വേണ്ടാതെയും കാണിച്ചുകൊണ്ട് പോകുന്ന പെണ്ണുങ്ങള് കർശനമായിട്ട് ആരാ വിലക്കേണ്ടത്? പോയി തുണി കൊടുത്തോണ്ട് വരാനായിട്ട് പറയണം. പുരുഷന്മാരല്ലെന്ന് പറയേണ്ടത്. അതിന് പകരം നിങ്ങള് വേണ്ടാത്ത കാണിയെല്ലാം കാണിച്ച് കൊണ്ടു നടത്തിച്ച് ആരാടാ ചോദിക്കാൻ? ആരോട് ചോദ്യം ചെയ്യാൻ? ഞങ്ങളുടെ ഇഷ്ടമാണ്, ഞങ്ങളുടെ താല്പര്യം പോലെ പോകും എന്നൊക്കെ പറയാൻ തയ്യാറായി കഴിഞ്ഞാൽ കുരുങ്ങുന്നതാരാ? അതുകൊണ്ട് ദൈവത്തോട് നമുക്ക് വിശ്വസ്തത പുലർത്താം. കർത്താവ് പറയുന്നല്ലോ, 6ാം പ്രമാണമാണ് ഏറ്റവും വലിയ പാപം. ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന് വേണ്ടി ദൈവം തന്നിരിക്കുന്നതാണ്. അത് ദുരുപയോഗം ചെയ്യാതിരിക്കാനായിട്ട് സൂക്ഷിക്കുക. യേശുവേ, നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അറ്റാക്കിന്റെ രോഗമുള്ള മക്കളെ കർത്താവ് അതിൽ നിന്ന് മോചിപ്പിക്കുന്നുണ്ട്. ഒരു പ്രാവശ്യം അറ്റാക്ക് വന്നതാണ്. വീണ്ടും അറ്റാക്കിന് സാധ്യതയുള്ള നെഞ്ചുവേദന ഉണ്ടാകുന്ന വ്യക്തിയുടെ കർത്താവ് അതിൽ നിന്ന് മോചനം തന്നെ അനുഗ്രഹിക്കുന്നുണ്ട്. ഈ നെഞ്ചുവേദനയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ, നന്ദി. ഹല്ലേലൂയ, നടന്നു പോകുമ്പോഴ് ശരീരത്തിന്റെ മൊത്തത്തിലുള്ള ബലക്ഷയം കൊണ്ട് വീണു പോകുമെന്നുള്ള തോന്നല്, അവിടെ നടക്കാൻ പേടി, ഇച്ചിരി ദൂരമെങ്കിലും നടക്കാനുള്ള ഭയം, ശരീരത്തിന്റെ ബലക്ഷയം കർത്താവ് എടുത്ത് മാറ്റി പൂർണ്ണമായിട്ടും ശക്തി കൊടുത്ത് കർത്താവ് അനുഗ്രഹിക്കുന്നു. ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ തീർത്ത ശരീരത്തിന് ബലക്ഷയമുള്ളത്
യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ഭക്ഷണ സാധനങ്ങളോട് അലർജി, ചില ഭക്ഷണ സാധനങ്ങൾ കഴിക്കാൻ സാധിക്കുന്നില്ല. ഭക്ഷണ സാധനങ്ങൾ അലർജി, ഭക്ഷണ സാധനത്തിനോട് അലർജി ഉള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഏതെങ്കിലും ഭക്ഷണ സാധനമായിരിക്കാം. മുട്ട, പരിപ്പ്, മധുരം, പുളി, ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണ സാധനത്തിനോട് അലർജി. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. 15 പേരുടെ തഴക്കദോഷം കർത്താവ് എടുത്ത് മാറ്റുമെന്ന് പറയുന്നു. 15 പേരുടെ തഴക്കദോഷങ്ങൾ ഏതെങ്കിലുമൊക്കെ രീതിയിലുള്ളതായിരിക്കാം. തെരുവറച്ചില്, കള്ളം പറയുക, നുണ പറയുക, ഇങ്ങനെയൊക്കെയുള്ള വേണ്ടാത്ത പ്രവൃത്തിയിലേക്ക് ചെന്ന് പെട്ടുപോകുക, അങ്ങനെയുള്ള സ്വഭാവങ്ങളായിരിക്കാം 15 പേരുടെ തഴക്കദോഷം കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. എന്നാൽ ഇപ്പോഴ് എത്ര പ്രാർത്ഥിച്ചിട്ടും വിട്ടുമാറാത്ത പല തഴക്കദോഷങ്ങളും എന്നിലുണ്ട്. ഇതുവരെ അതിന് ഒരു മോചനമില്ല എന്ന് അറിയാവുന്നവര് കരങ്ങൾ ഉയർത്തുക. എന്നിൽ പല തഴക്കദോഷങ്ങളുണ്ട്. അതെത്ര പ്രാർത്ഥിച്ചിട്ടും വിട്ടുപോകുന്നില്ല, വിട്ടുമാറുന്നില്ല. ഏതെല്ലാം രീതിയിൽ പ്രാർത്ഥിച്ചിട്ടും അതിന് മാറ്റമില്ല. അങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. കർത്താവ് 15 പേരുടെ തഴക്കദോഷം എടുത്ത് മാറ്റുന്നതാണ് പറഞ്ഞത്. 15 പേര് കൂടുതലുണ്ട്. കർത്താവ് വിടുതലേരികയാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, യേശുവേ, യേശുവേ. നടുവിന് ബെൽറ്റ് ഇടണമെന്ന് ഡോക്ടർമാര് പറഞ്ഞിട്ടുള്ള വ്യക്തികളുടെ വേദനകൾ കർത്താവ് എടുത്ത് മാറ്റി ബെൽറ്റ് വേണ്ട എന്ന് കർത്താവ് പറയുന്നു. ബെൽറ്റ് ഇടണമെന്ന് പറഞ്ഞിട്ടുള്ള നടുവിന് അസുഖമുള്ളവര് ഡോക്ടറെ കണ്ടപ്പോൾ നിങ്ങളുടെ പറഞ്ഞു കാണും, ബെൽറ്റ് ഇട്ടെങ്കിലേ പറ്റത്തുള്ളൂ. അങ്ങനെ പറഞ്ഞിട്ടുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ഈ വേദനയ്ക്ക് ബെൽറ്റ് ഇല്ലെങ്കിലേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാല് ബെൽറ്റ് ഇല്ലാതെ തന്നെ കർത്താവ് ആ നടുവേദന കർത്താവ് ഇപ്പോഴേ സൗഖ്യം തരികയാണ്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവത്തോടും വ്യാജം പറയുന്ന സ്വഭാവം കള്ളം പറഞ്ഞ് ശീലിച്ചു പോയതുകൊണ്ടാണ് ദൈവത്തോട് കള്ളം പറയുന്നത്. പുരോഹിതനോടായിരുന്നാലും ആത്മായരോടായിരുന്നാലും നമ്മള് കള്ളം പറയുന്നതിന് മടിയൊന്നുമില്ല. അങ്ങനെ ദൈവത്തോട് കള്ളം പറയുന്ന സ്വഭാവം ഇങ്ങനെയുള്ളവരെ കരങ്ങൾ ഉയർത്തുക. അങ്ങനെയുള്ളവർ ഈ കൂട്ടത്തിലുണ്ട്. വ്യാജമാണ് പറയുന്നത്. അതൊരു തഴക്കദോഷമായിട്ട് മാറിയിരിക്കുക. ഒരാളെങ്ങാണ്ട് ഇവിടെ കൈമുട്ടി 2 പേര് യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. മുഖത്തും ദേഹത്തുമൊക്കെ എന്തോ എഴയുന്ന പോലെ തോന്നൽ, ഭയങ്കര അസ്വസ്ഥതയാണ് അത് അനുഭവപ്പെടുന്നത്. മുഖത്തും ദേഹത്തുമൊക്കെ ഇങ്ങനെ എന്തോ എഴയുന്നത് പോലെ തോന്നും. മുഖത്ത് എഴുത്തിൽ പോലെ തോന്നുമ്പോഴേ തുമ്മലുണ്ടാകും. ഇങ്ങനെയുള്ളവര് കരങ്ങൾ ഉയർത്തുക. ചിലപ്പോൾ നിർത്താനത്തിന് തുമ്മിക്കൊണ്ടിരിക്കുകയാണ്. തുമ്മല് കർത്താവിന്റെ മാറ്റുന്നത്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. 2 കരങ്ങളും മേലോട്ട് പൊക്കുമ്പോഴ് തോളിനുണ്ടാകുന്ന വേദന, പിടുത്തം കർത്താവ് എപ്പോഴത് എടുത്ത് മാറ്റണം. 2 കൈയും മേലോട്ട് പൊക്കുമ്പോഴ് തോളിനുണ്ടാകുന്ന പിടുത്തവും വേദനയും ഈ ഭാഗത്താണ് കൂടുതലും വേദന അനുഭവപ്പെടുന്നത്. ഈ 2 ഭാഗത്ത് 2 കൈയും പൊക്കി നോക്കുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കാലിന്റെ ഉപ്പൂറ്റിക്കുണ്ടാകുന്ന പിടുത്തം കാരണം വണ്ടിയെ കയറാൻ പോലും ബുദ്ധിമുട്ടായിട്ട് തീരുന്നു. ചിലപ്പോൾ ഓടിപ്പോകുമ്പോഴേ ഈ പിടുത്തം കാരണം പിന്നെ മുന്നോട്ട് നീങ്ങാൻ പറ്റത്തില്ല. പലയിടത്തും നിന്നു പോവുകയാണ്. കാലിന്റെ ഉപ്പൂറ്റിയുടെ പുറകിനുണ്ടാകുന്ന പിടുത്തം ഇങ്ങനെയുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. തുമ്മിക്കഴിയുമ്പോഴും ചുമച്ച് കഴിയുമ്പോഴും രക്തം തുമ്മുന്ന സ്വഭാവം, തുമ്മുമ്പോഴും രക്തം മൂക്കിലൂടെ വരുന്ന സ്വഭാവം, ഇത് കർത്താവ് എടുത്ത് മാറ്റുന്നുണ്ട്. ഇങ്ങനെയുള്ളവരെ കർത്താവ് പൂർണ്ണമായിട്ടും സൗഖ്യപ്പെടുത്തി അനുഗ്രഹിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ.
തലയ്ക്കകത്ത് അടിയുണ്ടതുപോലുള്ള പെരുപ്പും വേദനയും അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നവരുണ്ട്. ചിലപ്പോഴ് ഈ തലയുടെ നേരെ നടുഭാഗത്ത്, ചിലപ്പോഴ് വലതു ഭാഗത്ത്, ചില സമയത്ത് ഇടതു ഭാഗത്താണ് ഇങ്ങനെ പെരുപ്പും വേദന അനുഭവപ്പെടാറുള്ളത്. യേശുവേ നന്ദി. കുടുംബ സമാധാനമില്ലാത്ത 20 കുടുംബങ്ങൾക്ക് കർത്താവ് കുടുംബ സമാധാനം തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നുണ്ട്. കുടുംബ സമാധാനമില്ലാത്ത 20 കുടുംബങ്ങൾക്ക് കുടുംബ സമാധാനം തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നു. യേശുവേ നന്ദി. കർത്താവ് ഒരു വചനം ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഇപ്പോഴേ 1 കൊരിന്ത്യർ 11 1 കൊരിന്ത്യർ 11 എന്താ പറയുന്നത്? സ്ത്രീയും സ്ഥിരവസ്ത്രവും. അപ്പൊ തല തുണിയിടാത്ത മിക്കവാറും ആണെന്നെല്ലാം കണ്ടിന്റെയാണ്. അത് നിങ്ങളുടെ വീട്ടിൽ ചെന്നിട്ട് യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായത്തിന്റെ 16 മുതലുള്ള വാക്യം വായിച്ചാൽ മതി. കട്ടിന്റെയാകുന്നുള്ളതിൽ യാതൊരു മാറ്റവുമില്ല. ദൈവസന്നദ്ധയിൽ സ്ത്രീ സമീപിക്കുമ്പോൾ ശിരസ് മൂടിക്കൊണ്ട് വേണം ദൈവസന്നദ്ധയിൽ സമീപിക്കേണ്ടതെന്ന് വ്യക്തമായ രീതിയിൽ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ചെയ്യാത്തത് മൂലം പല പ്രശ്നങ്ങൾക്കും അത് കാരണം കട്ടിന്റെയൊക്കെ ആകും. ഇപ്പൊ തന്നെ ഏതാണ്ട് പകുതി കട്ടിന്റെയായിരിക്കുക. അതുകൊണ്ട് മുട്ടുവേദന ശവിച്ചും പ്രാഗിയൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് കൂടുതൽ. എന്തൊരു മുട്ടുവേദന, ഭയങ്കര വേദനയാണല്ലോ, ഒരു മാറ്റവും ഇല്ലല്ലോ എന്ന് പറഞ്ഞിരിക്കുന്നത്. മുട്ടുവേദനയുള്ളവരുടെ കരങ്ങൾ കയറുക. മുട്ടുവേദന യേശുവേ നന്ദി. ദൈവത്തിന് നന്ദി പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ആ വേദനയൊക്കെ പൂർണ്ണമായിട്ട് വിട്ടു മാറും. അത് ഇന്നിവിടെ ഒരു കുടുംബത്തിന്റെ വിവാഹ വാർഷികമാണ്. 25 വർഷം. ഇവിടെ നേരത്തെ സാക്ഷിയൊക്കെ പറഞ്ഞതാ, ഭർത്താവിനെ കൊണ്ട് ഒരുപാട് ചുറ്റുവിളക്കും വേറെ വിളക്കുമൊക്കെ കത്തിച്ച് ഒരുപാട് പങ്കന്മാരൊക്കെ പെട്ട് അവസാനം കർത്താവിന്റെ സന്നിധി തന്നെ വന്നെത്തി. എന്നാൽ ആ ദമ്പതികളെ നമുക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ. അതില് 25 വർഷം പൂർത്തീകരിച്ചു. അതിന്റെ സന്തോഷമായിട്ടാണ് ഇന്ന് നിങ്ങൾ ഇവിടെ ചോറുണ്ട്. അവര് ചോറ് തടയുമായിരുന്നു. അവരുടെ വിവാഹ സദ്യക്ക് നിങ്ങളെ വിളിക്കാൻ പറ്റാത്തതുകൊണ്ട് ആ വിവാഹത്തിന്റെ സദ്യ ഇവിടെ വെച്ച് തരുമായിരുന്നു. വലിയ മണവാളനും മണവാട്ടിയായിരുന്നു. അപ്പൊ മുട്ടായി നിങ്ങൾക്ക് തരുന്നുണ്ട്. ഷുഗറുകാരെ ഒന്നുകൂടെ പേടിപ്പിച്ചേ വിടത്തുള്ളൂ. ഇപ്പോഴേ ഇതിന്റെ നേരെ കരങ്ങൾ നീട്ടുക. 25 വർഷം പൂർത്തീകരിച്ചു. 25 വർഷം കൈവിട്ടിട്ട് ഏതെല്ലാം രീതിയിലുള്ള വേദനയും വിഷമവും എല്ലാം വന്നിട്ടും ദൈവത്തിന്റെ നാമത്തെ പ്രതി സഹിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹിച്ച് ജീവിക്കാനായിട്ട് ദൈവം അവസരം ഒരുക്കി. യേശുവിനെ നന്ദി. നിങ്ങൾക്ക് ഓരോരുത്തർക്കും മാതൃകയാണ്. നമ്മളിതേപോലെ വിവാഹ വാർഷികങ്ങൾ ചിലവ് 10 വർഷമാകാം, 15 വർഷമാകാം, 20 വർഷമാകാം. നമ്മളത് ആ ദൈവസന്നിധി നന്ദി പറയുമ്പോൾ ആയുസ്സും ആരോഗ്യമെല്ലാം ദൈവം വർദ്ധിപ്പിച്ചു തരും. ഇപ്പോഴേ തലവേദന ഉണ്ടാകുന്ന ഒരു കാര്യങ്ങൾ എടുത്ത് തലവേദന ജീവിതം തന്നെ ഒരു തലവേദന. പിന്നെ എങ്ങനെ ഈ തലവേദന ഉള്ളവര് എനിക്ക് വെറുപ്പുണ്ടോ എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി. ഏതെങ്കിലും മേഖലയിൽ ആരോടെങ്കിലും വെറുപ്പുണ്ടോ? വെറുപ്പ് നിങ്ങളുണ്ടെങ്കിൽ അത് ഉപേക്ഷിച്ചാല് തലവേദന വിട്ട് മാറും. നന്ദി. കടബാധ്യത നിമിത്തം ഭയം, മരിച്ചാലെന്താന്നുള്ള തോന്നല്, കടമുള്ളതുകൊണ്ട് ജീവിക്കാനുള്ള ബുദ്ധിമുട്ട്, കടമുള്ളവർ കരങ്ങൾ ഉയർത്തുക. യേശുവിനെ നന്ദി. ഈ കടബാധ്യത നിമിത്തം ഭയമുള്ളവരാരാന്ന് വെച്ചാൽ കരങ്ങൾ ഉയർത്തുക. കടം മൂലമുണ്ടാകുന്ന ഭയം.
ദൈവകരങ്ങളിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുക്കുക. ബാക്കി കർത്താവ് നമുക്ക് യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആത്മഹത്യാ പ്രവണതയുള്ള 5 പേര് ഈ കൂട്ടത്തിലുണ്ട്. മരിക്കണം മരിക്കണം എന്നുള്ള തോന്നല് എപ്പോഴും നിങ്ങളെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന 5 പേരുണ്ട് ഈ കൂട്ടത്തിൽ. കൈയൊന്ന് ഉയർന്നതാണ് പ്രാർത്ഥിക്കുക. ലാലിനെയും കുടുംബത്തിനും സമർപ്പിക്കുക. അവരാണ് ബ്ലഡ് എല്ലാ ആഴ്ചയിലും തരുന്നത്. യേശുവേ നന്ദി. അപ്പോഴ് നമുക്കിപ്പോഴ് ഒരു അനാഥ മന്ദിരം ഭാവനെ കാണാം. ഇവിടെ വാടകയ്ക്കായിരുന്നാലും വേണ്ടിയില്ല, ഒരു വീടായിരുന്നാലും വേണ്ടിയില്ല. നമുക്ക് ഇവിടുന്ന് കൊണ്ടുവിട്ടവരെ തിരിച്ച് കൊണ്ടുവരാം. അപ്പൊ അവരെ ഒന്ന് 2 പേര് മരിച്ചു പോയി, ബാക്കി ഉള്ളവരുണ്ട് ഇപ്പോഴും. അപ്പോഴ് നമുക്ക് ഒന്ന് കണ്ണുകളടച്ചുകൊണ്ട് ഒരു അനാഥ മന്ദിരം, ഒരു വീട് പോലുള്ളതായിരിക്കാൻ ഒരു അനാഥ മന്ദിരം നമുക്ക് ഭാവനെ കാണാം. കർത്താവ് പറഞ്ഞിട്ട്, ഞാൻ നഗ്നനായിരുന്നു, എന്നെ നീ ഉടുപ്പിച്ച്, ഞാൻ വിശക്കുന്നവനായിരുന്നു, എനിക്ക് ഭക്ഷണം തന്ന്, രോഗിയായിരുന്നു, നിങ്ങളെന്നെ ശുശ്രൂഷിച്ച്, ഞാൻ പാർപ്പിടമില്ലാത്തവനായിരുന്നു, എനിക്ക് നിങ്ങൾ പാർപ്പിടം തന്ന്. മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായത്തിന്റെ 31 മുതലുള്ള വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇത് നമുക്ക് പ്രാവർത്തികമാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ഈ ഭൂമിയിൽ വെച്ച് നമുക്ക് ഇവിടുന്ന് കൊണ്ടുപോകാനുള്ള എന്തൊക്കെ ഉള്ളത്. അതുകൊണ്ട് എവിടെങ്കിലും ഒരു അവസരം മാതാവേ നീ ഉണ്ടാക്കി തരാനായിട്ട് നമുക്ക് എല്ലാവർക്കും ഭാവനെ കണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുക. യേശുവേ നന്ദി. കാരണം അവരോട് കൂടെ ഒക്കെയുള്ള ജീവിതം എത്രമാത്രം വലുതാണ്. ഇവിടെ നിങ്ങൾ 2-3 ഓണം ക്രിസ്മസിനൊക്കെ നിങ്ങൾ വന്നില്ലേ? യേശുവിനോട് കൂടെ ഭക്ഷണം കഴിക്കാണ്ട് വന്നവരെന്ന് കൈവരിക്കും. യേശുവിനോട് കൂടെ ഭക്ഷണം കഴിച്ചവർ എത്ര സമൃദ്ധിയായിരുന്നു അത്. അവരുടെ പ്രാർത്ഥന, അവരോട് കൂടെ നമ്മൾ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കുക. ഏതാണ്ട് 5 പേരോട് ഇവിടുന്ന് സുഖം പ്രാപിച്ച് പോയിട്ടുണ്ട്, തിരിച്ചുവിട്ടുണ്ട് അവര്. ബാക്കിയുള്ളവരെയാണ് നമ്മളവിടെ ഈശോ പറഞ്ഞിരിക്കുന്ന എല്ലാ പ്രവൃത്തികളിലേക്കും വരാൻ സാധിക്കുന്ന ഒരു മേഖലയാണ്. അവരൊക്കെ ശുശ്രൂഷ ചെയ്യുന്നതാണ് ഏറ്റവും വലിയ പുണ്യപ്രവൃത്തി. അതുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത്, ഇവിടെ പ്രശാന്തൻ വന്ന് ഇതേപോലെ ആൾക്കാരെ നോക്കുന്നുണ്ട്, 10-300 പേര്. നമ്മളെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന സഹായം അവർ ചെയ്തു കൊടുക്കുക. ഇവിടെ അവരുണ്ടായിരുന്ന പോലീസുകാരൊക്കെ ആയിരുന്ന ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നാക്കിയിട്ട് പോകുന്നത്. അതുകൊണ്ടായിരുന്നു കൂടുതലും നോർത്ത് ഇന്ത്യക്കാരായിരുന്നു, ഇന്ത്യക്കാരായിരുന്നു. അപ്പൊ അതുകൊണ്ട് മാനസിക രോഗം ഭയത്തിൽ നിന്നുണ്ടാകുന്നതാണ്. അത് വിടുതല് പ്രാർത്ഥനയിലൂടെ ലഭിക്കും. അപ്പോഴേ നിങ്ങളുടെ പ്രാർത്ഥനയില് ഒരു അനാഥ മന്ദിരം നിങ്ങൾ ഭാവനെ കണ്ട് പ്രാർത്ഥിക്കും. ഇതിന്റെ കടബാധ്യതയൊക്കെ നിലവിലുണ്ട്. അത് കണക്കിലെടുക്കാതെയാണ്. കാരണം ദൈവം എപ്പോഴും ദാരിദ്ര്യത്തിലാണ് മുന്നോട്ട് പോവുക. സമ്പന്നതയിലാണോ ദൈവം? അല്ല, ദാരിദ്ര്യത്തിലാണ് ദൈവം മുന്നോട്ട് നയിക്കുന്നത്. ദരിദ്രനായിട്ടാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദാരിദ്ര്യത്തിൽ നമുക്ക് ദൈവത്തെ കാണാനും മഹത്വപ്പെടുത്താനും പറ്റുന്നുള്ളൂ. അപ്പോൾ ഈ അനാഥ മന്ദിരത്തെ സമർപ്പിച്ച് നമുക്ക് ഒന്നുകൂടെ പ്രാർത്ഥിക്കുകയും ഒരു ഭവനം കർത്താവ് കാണിച്ചു തന്നിട്ടുണ്ട്. ആ ഭവനം വാടകയ്ക്ക് വേണ്ടിയിട്ട് ചോദിക്കാനായിട്ട് ഇരിക്കുകയാണ്. അപ്പൊ വാടകയ്ക്ക് ചോദിക്കുമ്പോഴേ അവര് മനസ്സാകാനും തരാനുമായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു ഭവനം അതിനു വേണ്ടി കണ്ടിട്ടുണ്ട്. ആ ഭവനം വാടകയ്ക്കെങ്കിലും അത് കിട്ടാനായിട്ട് അവരുടെ ആ വീടിന്റെ ഉടമസ്ഥന് മനസ്സ് തോന്നി തരാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യണം. വയറിനകത്ത് ഗ്യാസ് കയറി വീങ്ങുന്ന സ്വഭാവം, അങ്ങനെയുള്ളവരുടെ കരങ്ങളെടുത്ത് ഗ്യാസോട് തൈറോയിഡിന്റെ രോഗത്തിൽ നിന്ന് കിടന്ന വിടുതലായിരുന്നു. തൈറോയിഡാണോ എന്നുള്ള സംശയം തൈറോയിഡിന്റെ രോഗമുള്ളവരുണ്ടെങ്കിൽ കാര്യങ്ങൾ എടുക്കുക.
തൈറോയിഡിന്റെ രോഗം കർത്താവ് എടുത്തു മാറ്റുന്നുണ്ട്. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കൈക്കും കാലിനും ഒക്കെ ഭയങ്കര കിഴപ്പ്, ഇപ്പോഴും കിഴപ്പ് അനുഭവപ്പെടുന്നുണ്ട്. ഇങ്ങനെ കൈക്കും കാലിനും കിഴപ്പുള്ളവര് കരങ്ങൾ ഉയർത്തുക. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാളെ മുതൽ മഴ വേണമെന്ന് ആഗ്രഹമുള്ളവര് കരങ്ങൾ ഉയർത്തുക. നാളെ മുതൽ മഴ വേണ്ട. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കേരളത്തിൽ അങ്ങനെയായിട്ട് ഇങ്ങനെ പൂജനൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴാ എല്ലാവരും എടുത്തിട്ട് കുടിക്കുന്നതെന്ന് അറിയാൻ പറ്റത്തില്ല. അതുകൊണ്ട് പ്രാർത്ഥനയിൽ കുറച്ചത് താല്പര്യം കാണിക്കുക. അതുപോലെ തന്നെ കുറച്ച് അരിയൊക്കെ നിങ്ങൾ മേടിച്ച് വെക്കുന്നത് നല്ലതായിരിക്കും. വീടുകളിലെ ഈ അരിയൊക്കെ മേടിച്ച് സൂക്ഷിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ ഇത് കിട്ടുന്നില്ല, ഇല്ല എന്ന് പറഞ്ഞിരിക്കുന്നതിന് ബുദ്ധിമുട്ടാകത്തില്ല. ഇവിടെ ഒരിയാക്കരിക്ക് 3000 രൂപ കൊടുത്ത് മേടിച്ചിട്ടുണ്ട്. ഒരിയാക്കരി. അതുകൊണ്ട് ഈ അരിയൊക്കെ വെക്കുന്നത് ചിലപ്പം നല്ല കാര്യമായിരിക്കും. രാത്രിയിൽ ഉറക്കമില്ലാത്തവര് കരങ്ങൾ ഉയർത്തുക. ഉറങ്ങാനുള്ള കൃപ തന്ന് കർത്താവ് അനുഗ്രഹിക്കുന്നു. എനിക്കാണെങ്കിൽ ഒരു അതിശയം തോന്നുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ ചോറ് കൊടുക്കുന്ന ഉറക്കം കുറവാണ്. ഇരിക്കുന്ന ആൾക്കാര് 90% ആൾക്കാർ ഉറങ്ങാതായിരിക്കും. അവ കഞ്ഞിയാ ഉറക്കുന്നത്. ചോറാണെങ്കിൽ ഉറങ്ങത്തില്ല. പിന്നെ ഇത് നായ്ക്കമ്പറമ്പിലച്ഛന്റെ പ്രത്യേക ഒരു പ്രാർത്ഥനയാണ്. മദ്യപാനികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന. മദ്യപാനികളുള്ള ഭർത്താവ് മക്കളൊക്കെ ഉള്ളവരൊന്ന് കരങ്ങൾ ഉയർത്തുക. ഇത് മദ്യപാനികളായിട്ടുള്ളവരിൽ മാത്രം. അവര് എണീറ്റ് നിൽക്കുക. കരങ്ങൾ ഉയർത്തിയവരെല്ലാവരും എണീറ്റ് നിൽക്കുക. ആവശ്യമില്ലാത്തവര് മേടിക്കുന്നത് കുറച്ചേ ഉള്ളത്. എണ്ണിച്ച് നിൽക്കുന്നവർ ഒരേ മേടിക്കാവുള്ളൂ. ഒരെണ്ണമേ മേടിക്കാവുള്ളൂ. ഇത് മേടിച്ച് വീട്ടിൽ കൊണ്ടത് കളയാനല്ലേ എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയത്. വലിയ അനുഭവം ഉണ്ടാകുന്ന പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും അത് നിങ്ങളെ പ്രാർത്ഥിക്കുക. ഇത് ആവശ്യമില്ലാത്തവര് മേടിക്കരുത്. കുറച്ച് മാത്രമേ ഉള്ളൂ. ആവശ്യമില്ലാത്തവര് മേടിക്കരുത്. ഞാനിവിടെ കിട്ടാനായിട്ടുള്ളവര് സംസാരിക്കുക. നിങ്ങളോട് ഒരു സഹായം ആവശ്യപ്പെടുകയാണ്. കാരണം ഇവിടെ ബൈബിൾ ഇല്ലാത്തവരൊന്നും കൈപിടിക്കുക. ബൈബിൾ ഇല്ലാത്തവര്, സ്വന്തമായിട്ട് ബൈബിൾ ഇല്ലാത്തവര്, ബൈബിൾ ഇല്ലാതെ കണ്ട് 4, 5, 6, 7, 8, 10 പേരോടും കൈമുക്കിയ ബൈബിൾ ഇല്ലാത്തവര് 10 പേരോളം ഇവിടെ കൈമുക്കിയിട്ടുണ്ട്. ഇപ്പോഴ് നിങ്ങൾ കൈനാത്തില് ബൈബിള് ഒരെണ്ണം അല്ലെ 2 എണ്ണം അല്ലെ 5 എണ്ണം സ്പോൺസർ ചെയ്യാനായിട്ട് തയ്യാറുള്ളവരുടെ കരങ്ങൾ ഉയർത്തുക. ഞാൻ 1 എണ്ണം അല്ലെങ്കിൽ 5 എണ്ണം 2 എണ്ണം ഞാൻ ഈ കരങ്ങൾ ഉയർത്തിയവർക്ക് കൊടുക്കും. നമ്മുടെ ദൈവത്തെയാണ് കൊടുക്കുന്നത്. അവർക്ക് ബൈബിൾ കൊടുക്കുമ്പോഴേ ദൈവത്തെയാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ മനസ്സുള്ളവരുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തുക. ബൈബിള് കൊടുക്കാനായിട്ട് താല്പര്യമുള്ളവരുണ്ടെങ്കിൽ താരതമ്യങ്ങളെ ശ്രദ്ധിക്കേണ്ട. ഈ ബൈബിള് കൊടുക്കാനുള്ളവര് കരങ്ങൾ ഉയർത്തുക. അവരുടെ പേരൊന്ന് എഴുതിയെടുക്കുക. അതിന് പ്രേക്ഷകർ വന്നിട്ട് എത്തിച്ചാൽ മതിയത്. ബൈബിളിനെ പേര് കൊടുക്കാനുള്ളവര് പേര് കൊടുക്കുക. നമുക്ക് ചെയ്യാനുള്ള ഏതെങ്കിലും ഒരു നന്മ
100 രൂപ മേടിച്ച് 100 രൂപ മേടിക്കുക. 100 രൂപയാണോ എന്ന് അറിയത്തില്ല. 100 രൂപ കൊടുക്കുക. ആ 115 രൂപയാണ്. 115 രൂപയാണെന്ന് ഒരു ബൈബിളിന്. കാരണം ബൈബിളില്ലാത്തവര് 10 പേരിവിടെ കരങ്ങൾ ഉയർത്തിയിട്ടുണ്ട്. ഇപ്പോഴ് 4 പേരെ കണ്ട് ഇവിടെ കൊടുക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. ബൈബിൾ കൊടുക്കാനായിട്ട് ഇന്ന് ഈ കൈപൊക്കിയവര് ബൈബിൾ കിട്ടാനുള്ളവര് ഈ കൈപൊക്കിയവർ അവിടെ പേര് കൊടുത്തിട്ട് പോവുക. നിങ്ങള് അവിടെ പേര് കൊടുത്തിട്ട് പോവുക. ബൈബിൾ ഇവിടെ യോസഫ് വന്നിട്ട് ഈ പേര് ബൈബിൾ കിട്ടാനുള്ളത്. ആ ആരെങ്കിലും ബൈബിള് സ്പോൺസർ ചെയ്യുന്നത് ഏറ്റവും വലിയ അനുഗ്രഹമായിരിക്കും. കാരണം നമുക്ക് ഒരു കൂട്ടർക്ക് ബൈബിൾ കൊടുത്തു കഴിയുമ്പോൾ ആ കുടുംബം രക്ഷപ്പെടുകയാണ്. മാറ്റത്തിലേക്ക്